السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഖത്തറിലെ ഈ മഹനീയമായ മസ്ജിദിൽ ഏതാനും സമയം അല്ലാഹുവിൻ്റെ ദീൻ സംസാരിക്കുവാൻ അവസരം നൽകിയ സർവശക്തനായ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. നാം നമുക്ക് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്ന വളരെയേറെ വിലപ്പെട്ട സമയങ്ങളും നമ്മുടെ സന്ദർഭങ്ങളും ഇതുപോലെയുള്ള വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ അടുക്കൽ പുണ്യം നേടുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്ന നമ്മുടെ പ്രവർത്തനം അല്ലാഹു ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നെല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും അല്ലാഹു അവൻ്റെ മഹത്തായ ഫദ്ൽ മുഖേന പുറത്ത് മാപ്പ് നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഒരു മാസം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി കാത്തിരിക്കുകയാണ് പവിത്രമായ ഒരു മാസത്തിൻ്റെ വരവിന്. നന്മയുടെ ആളുകളും കാത്തിരിക്കുന്നു, അതോടൊപ്പം തിന്മയുടെ ആളുകളും കാത്തിരിക്കുകയാണ്. പരിശുദ്ധ റമദാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ പല വിധത്തിലുള്ള ആളുകൾ റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ പല ചാനലുകാരും റമസാൻ പ്രോഗ്രാമുകൾ എന്ന നിലക്ക് റമദാനിനെ വരവേൽക്കുവാൻ വേണ്ടി പ്രത്യേകമായ സിനിമകളും സീരിയലുകളും പ്രത്യേകമായ പരിപാടികളും സംവിധാനങ്ങളുമൊക്കെയായി അവർ ഒരുക്കത്തിലാണ്.
ഷോപ്പിംഗ് സെന്ററുകളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും ആളുകളും റമദാനിനെ വരവേൽക്കാൻ കാത്തിരിപ്പാണ്. വലിയ ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുവാനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവരും ഒരുക്കത്തിലാണ്. പല വീടുകളും ഒരുക്കത്തിലാണ്. ഒരു മാസക്കാലത്തേക്ക് ആവശ്യമായ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി ഫ്രിഡ്ജുകളെല്ലാം മാംസങ്ങളും അതുപോലെയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളും കൊണ്ട് നിറക്കുവാനുള്ള തത്രപ്പാടിലും ബദ്ധപ്പാടിലുമാണ് പല വീട്ടുകാരും. ഇത്തരം ഒരു സാഹചര്യത്തിൽ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എങ്ങനെയാണ് ഈ മാസത്തെ കാത്തിരിക്കുന്നത്? നമുക്കും വേണമല്ലോ ഈ മാസത്തെ സ്വീകരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ്. നമ്മുടെ മനസ്സിലേക്ക് ഈ റമദാൻ കടന്നു വരുമ്പോൾ തന്നെ ആദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു ബേജാറ്. കലണ്ടറുകളിൽ നോക്കിയിട്ട് നമ്മൾ ഫജ്റിന്റെ സമയം നോക്കുന്നു, മഗ്രിബിന്റെ സമയം നോക്കുന്നു, മണിക്കൂറുകൾ നാം കണക്ക് കൂട്ടുന്നു. കഠിനമായ ചൂടിനെ സംബന്ധിച്ച് വേവലാതി കൊള്ളുന്നു. പടച്ച റബ്ബേ, ഇക്കൊല്ലത്തെ റമദാൻ 15 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന റമദാനാണല്ലോ. 10-15 മണിക്കൂറുകളിലധികം നോമ്പനുഷ്ഠിക്കണമല്ലോ, അതും കഠിനമായ ചൂടും. അപ്പൊ റമദാൻ വരുന്നതിൽ അത്ര വലിയൊരു സന്തോഷത്തിന് ഒരു മങ്ങൽ. റമദാൻ വരുന്നു എന്നൊക്കെ പറയുമ്പോ റമദാനിനെയാണ് സന്തോഷത്തോടുകൂടെ വരവേൽക്കുക എന്നൊക്കെ പറയുമ്പോ മനസ്സിൽ ഈ ഒരു ബേജാറും ഈ ഒരു വേവലാതിയും നിറഞ്ഞു നിൽക്കുമ്പോൾ സഹോദരങ്ങളെ, എവിടെയോ ഒരു തകരാറ് ബാധിക്കുന്നില്ലേ? നമ്മൾ ആലോചിക്കണം. നാം ഇന്ന് അള്ളാഹുവിന്റെ വലിയ തൗഫീക്ക് കൊണ്ട് സുജൂദ് ചെയ്യുന്ന പള്ളികളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ശീതീകരണ സംവിധാനമുള്ളയിടത്താണ് നമ്മളൊക്കെ സുജൂദ് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് കഠിനമായ ചൂടേറ്റ് വെയിലേറ്റ് വാടിത്തളർന്ന നമ്മുടെ മുൻഗാമികളായ സഹാബാക്കൾ, നമ്മുടെ മുൻഗാമികൾ, അവർ വളരെ താൽപര്യപൂർവ്വം കാത്തിരുന്ന ഒരു മാസമായിരുന്നു പരിശുദ്ധമായ റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടാനുള്ള ഒരു ആഹ്വാനമുണ്ടായി. തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടാനുള്ള ആഹ്വാനമുണ്ടായ സന്ദർഭത്തിൽ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചൂടിനേക്കാൾ 10 മടങ്ങ് കടുത്ത ചൂടുള്ള, തീപാറുന്ന ചൂടെന്ന് വിശേഷിപ്പിക്കാവുന്ന ചൂടിന്റെ കാലഘട്ടം. ഫലവൃക്ഷങ്ങളെല്ലാം അതിന്റെ കായ്കനികൾ കൊണ്ട് നിറഞ്ഞ് വളരെയേറെ ഫലഭൂയിഷ്ടമായി നിൽക്കുന്ന വിളവെടുപ്പിന്റെ കാലഘട്ടം. നാട്ടിൽ നിന്ന് പോകാൻ ഈ ഫലഭൂയിഷ്ടമായ പ്രത്യേകമായ കാർഷിക വിളകളെ ഓർത്താൽ നാട്ടിൽ നിന്ന് പോകാൻ കഴിയില്ല. ചൂടിന്റെ കാഠിന്യമോർത്താൽ യാത്ര ചെയ്യാനുമാവില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടണം എന്ന കൽപ്പനയുണ്ടായത്. ഈമാനുള്ള സഹാബിമാരൊക്കെ ഒന്നും വകവെക്കാതെ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു. ചൂടവർക്ക് പ്രശ്നമായില്ല, ദുന്യാവിന്റെ ഒന്നും അവർക്ക് പ്രശ്നമായില്ല. അവർ യാത്രക്കൊരുങ്ങി, അവർ യാത്ര പോയി. അതേ അവസരത്തിൽ ഏതാനും ചില ആളുകൾ മദീനയിൽ തന്നെ തങ്ങി. അവര് പോയില്ല, അവർ യുദ്ധത്തിന് പുറപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ യുദ്ധത്തിന് പോകാതെ ഇരുന്നതിൽ അവർക്ക് വല്ലാത്തൊരു സന്തോഷം. പാവം വിഡ്ഢികളായ കുറെ ആളുകൾ ഈ ചൂടത്ത് പോയിരിക്കുകയാണ്. നമ്മൾ വളരെ ബുദ്ധിമാന്മാരാണ് എന്ന നിലക്ക് മുനാഫിക്കീങ്ങളായ ആളുകൾക്കൊരു തോന്നൽ. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് എതിരായി കൊണ്ടിരുന്ന കക്ഷികൾ അവര് സന്തോഷിക്കുകയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും ധനം കൊണ്ടുമൊക്കെ ജിഹാദ് നടത്തുന്നതിൽ വെറുപ്പ് കാണിക്കുന്ന കക്ഷികൾ അവരെ പോലെ തന്നെ മറ്റുള്ളവരുമായി തീരാൻ വേണ്ടി
ഈ മുനാഫിക്കീങ്ങൾ മദീനയിലുണ്ടായിരുന്ന ചില ആളുകളോടൊക്കെ പറഞ്ഞു നോക്കി. വഖാലൂ, അവര് പറഞ്ഞു, ലാ തൻഫിറൂ ഫിൽ ഹർറ്, ഈ ചൂടുകാലത്ത് നിങ്ങൾ പുറപ്പെടല്ല. ഈ ചൂട് സമയത്താണോ നിങ്ങൾ പുറപ്പെടുന്നത് എന്ന് ചോദിച്ച് പിന്തിരിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, അത് പറയാനാണ് ഞാൻ ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു അതിന് മറുപടി പറയാൻ നബി തങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഖുൽ, നബിയെ പറയൂ, നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ. ജഹന്നമിന്റെ തീയാണല്ലോ ഏറ്റവും കഠിനമായ ചൂടുള്ള തീയ്. ലൗ കാനൂ യഫ്ഖഹൂൻ, അവരത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരു ചൂടും അവർക്ക് പ്രശ്നമാകില്ലായിരുന്നല്ലോ, ഒരു പ്രതിസന്ധിയും അവരെ പിന്തിരിപ്പിക്കുകയില്ലായിരുന്നല്ലോ. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറു ബനീ ആദമല്ലത്തി തൂഖിദൂനഹാ ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നമ. ജഹന്നമിന്റെ തീയുടെ 70 മാത്രമാണ് സഹാബിമാരെ നിങ്ങളിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീ എന്ന് പറയുന്നത്. ജഹന്നമാകുന്ന തീയുടെ 70 ഇരട്ടിയിൽ 70 ഭാഗിക്കുകയാണെങ്കിൽ അതിന്റെ 69 ഇരട്ടിയും ഇവിടെ വന്നിട്ടില്ല. അതിന്റെ 1 മാത്രമാണ് നിങ്ങൾ ഇന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയെന്ന്. കാരിരുമ്പിനെ പോലും വെള്ളമാക്കി ഒലിപ്പിക്കുന്ന, സെക്കൻഡ് നേരം കൊണ്ട് വലിയ രൂപത്തിലുള്ള അതേ വലിയ ഇരുമ്പ് ദണ്ടുകളെ പോലും പഴുപ്പിച്ച് വെള്ളമാക്കി ഒലിപ്പിച്ച് കളയുന്ന ശക്തമായ ചൂടുള്ള തീയ്. ആ തീ തന്നെ നമുക്ക് സഹിക്കാനാവില്ല. അതിന്റെ 69 ഇരട്ടി മടങ്ങാണ് ജഹന്നമിന്റെ തീ എന്ന് പറയുമ്പോൾ, ആ തീയെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു കാര്യത്തിൽ നിന്നും പിന്തിരിയാൻ മുസ്ലിമിന് കഴിയില്ല. ഞാൻ എന്തിനാണ് എന്നോടും നിങ്ങളോടും തുടക്കത്തിലെ ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്? ചൂടിന്റെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നോമ്പിനെ നമ്മൾ സ്വീകരിക്കല്ല. ചൂടിന്റെ കാഠിന്യം പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന മാസത്തെ കുറിച്ചൊരു വേവലാതി വേണ്ട. ചൂടിന്റെ കടുപ്പം പറഞ്ഞ് പകലിന്റെ ദൈർഘ്യം പറഞ്ഞിട്ട് അതേ ദൈർഘ്യമേറിയ ദിവസങ്ങളും കൊല്ലങ്ങളുമാണല്ലോ മഹ്ശറിൽ വിയർത്തൊലിച്ചുകൊണ്ട് നിൽക്കേണ്ടത്. ആ നിൽപ്പിനൊരാശ്വാസം നൽകപ്പെടുന്ന ഏറ്റവും വലിയ കർമ്മമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അതേ, നിങ്ങൾ ഭക്തിയുള്ളവരായി തീരാൻ വേണ്ടി നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു വിശ്വാസികളെ. അപ്പൊ നോമ്പിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു വിഷമവും തോന്നരുത്. നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, എനിക്ക് ഈ റമദാൻ വരുന്നതിൽ സന്തോഷക്കുറവുണ്ടോ? സന്തോഷക്കുറവുണ്ടെന്നാണ് എന്റെ മറുപടി എങ്കിൽ ഞാൻ എന്റെ ഈമാൻ ഒന്ന് പരിശോധിക്കണം. ഞാൻ എന്തിന് സന്തോഷിക്കാതിരിക്കണം? അതെ, ഈ റമദാൻ വരുമ്പോൾ എത്ര ചൂടുള്ള കാലഘട്ടമാവട്ടെ, എത്ര സുദീർഘമായ പകലാവട്ടെ, അല്ലാഹുവേ, നീയല്ലേ എനിക്ക് ആരോഗ്യം തരുന്നവൻ, നീയല്ലേ എനിക്ക് തൗഫീഖ് നൽകുന്നവൻ. അതുകൊണ്ട് വരാനിരിക്കുന്ന മാസത്തെ ആഫിയത്തോടെ സ്വീകരിക്കാൻ, ആ മാസത്തിൽ വളരെ സന്തോഷത്തോടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ മാസത്തെ ധന്യമാക്കാൻ, ഇബാദത്തുകൾ ധാരാളമായി അനുഷ്ഠിക്കുവാനുള്ള തൗഫീഖ് തരണേ എന്നാണ് നിരന്തരമായി സഹോദരന്മാരെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ തേടിക്കൊണ്ടിരിക്കേണ്ടത്. അത്രത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കാലെടുത്തു വെക്കാൻ പോകുന്നത്. നമ്മൾ നിസ്സാരമായി കാണുന്നു, എത്രയോ കൊല്ലങ്ങൾ നമ്മൾ നോമ്പെടുത്തവരാണ്. പക്ഷേ കഴിഞ്ഞുപോയ എത്രയോ വർഷങ്ങളിൽ നോമ്പെടുത്ത ആളുകൾ ഇന്ന് ഖബറിലല്ലേ. നാം പോലും ഇനി റമദാനിൽ എത്തുമോ എന്ന് നമുക്കറിയില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് ഉണ്ടെങ്കിൽ അല്ലാതെ നമുക്കും റമദാനിലെത്താൻ കഴിയില്ല. കഠിനമായ ചൂടുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം, നരകം എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാനാവില്ലല്ലോ. കല്ലാ ഇന്നഹാ ലദാ നസാഅതൽ ലിശ്ശവാ. തലയോട്ടിയുടെ തൊലിയങ്ങ് ഉരിച്ചു കളയുന്ന തീയാണത്. തലയോട്ടിയുടെ തൊലിയങ്ങ് ഉരിച്ച് വെള്ളത്തിലേക്ക് ഉരുകി ഒലിക്കുന്ന രൂപത്തിലുള്ള തീയാണത്. ആ നരകാഗ്നിയിലെ ചുടുവെള്ളം അവിശ്വാസികളായ ആളുകളുടെ തലക്ക് മീതെ
കത്തിയാളുന്ന നരകത്തിയിൽ അവർക്ക് തീയിന്റെ ചൂടിന് പുറമേ യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ് വലഹും മഖാമിഉ മിൻ ഹദീദ്. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം, ആ പാപികളുടെ തലക്കുമീതെ കുത്തിച്ചൊരിയപ്പെടും. നരകത്തിയിൽ കിടക്കുന്ന പാപികളുടെ തലക്കുമീതെ കുത്തിച്ചൊരിക്കപ്പെടും. അൽ ഹമീം, അത്യുഷ്ണമുള്ള ജലമങ്ങ് കുത്തിച്ചൊരിക്കപ്പെടുകയാണ്. അതേ ബാത്റൂമിൽ വെച്ച് കുളിക്കുന്ന നേരത്ത് കൈയൊന്ന് തെറ്റിയിട്ട് ചുടുവെള്ളത്തിന്റെ ഭാഗത്തേക്ക് വാൾവന്ന് തുറന്നു വിട്ടാൽ കഠിനമായ ചൂടുള്ള വെള്ളമങ്ങ് തലയിലെത്തിയാൽ ഉണ്ടാകുന്ന വിഷമം എത്രയാ സഹോദരാ! ഇതിനേക്കാളെല്ലാം കടുത്ത 69 ഇരട്ടിയുള്ള, അതേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാരിരുമ്പിനെയും അതേ വെള്ളമാക്കി വലിപ്പിക്കാൻ ശക്തമായ നിലക്കുള്ള തീയാണ് ദുനിയാവിലെ തീയെങ്കിലും അതിന്റെയും 69 മടങ്ങുള്ള ഇരട്ടി ചൂടുള്ള തീ, അതിലുള്ള വെള്ളം അത് ശരീരത്തിലേക്ക് അങ്ങ് തട്ടുമ്പോഴേക്ക് യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, വയറിലുള്ള കുടലുകളൊന്നാകെ ഉരുകി പുറത്തേക്ക് ഒലിക്കുന്നു. തീർന്നില്ല. വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള ഹാമറുകൾ ഉണ്ടവരെ ശിക്ഷിക്കുവാൻ. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ ഉഈദു ഫീഹാ, കഠിനമായ ചൂടിന്റെ കടുപ്പം കൊണ്ട് നരകത്തിയിൽ എന്ന് വിഷമിച്ചുകൊണ്ട് ഒന്ന് പുറത്തു കിടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെയും അതിലേക്ക് തന്നെ വീണ്ടും അടിച്ചടിച്ചുകൊണ്ട് വീണ്ടും മടക്കപ്പെടുന്നവരവസ്ഥയാണ്. കത്തിയാളുന്ന ശിക്ഷ നീ ഒന്ന് ആസ്വദിച്ചോളൂ എന്ന് പറയിക്കപ്പെടുക കൂടി ചെയ്യുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ, ഏറ്റവും കഠിനമായ ഒരു ചൂടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് നോമ്പ് നോൽക്കാൻ അവസരം കിട്ടുന്നത് അല്ലാഹുവേ, നാളെ മഹ്ശറിലുള്ള നിന്റെ നരകത്തിയുടെ ചൂടിൽ നിന്ന്, ജഹന്നമിന്റെ ചൂടെന്ന് പറയുന്നില്ലേ, നാറു ജഹന്നമ അശദ്ദു ഹർറാ, ആ കഠിനമായ ചൂടിൽ നിന്ന് സഹോദരാ സഹോദരി നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അല്ലാഹു ഒരു സംരക്ഷണം നൽകാൻ ഈ റമദാൻ എനിക്ക് നിമിത്തമായെങ്കിൽ റബ്ബേ, അതാണല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത്, അതിനാണല്ലോ ഞാൻ തേടുന്നത്. അതാണ് എൻ്റെ മനസ്സിൽ ഈ റമദാൻ കടന്നു വരുമ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ പാപത്തിന്റെ കറകളൊക്കെ ഒന്ന് കഴുകിക്കളയണം, റബ്ബിന്റെ മുമ്പിലൊന്ന് കരഞ്ഞു പറയണം, കഴിഞ്ഞകാല ജീവിതത്തിന്റെ പോരായ്മകളൊന്ന് നികത്തണം, ന്യൂനതകളൊക്കെ ഒന്ന് പരിഹരിക്കണം. അതേ, കൂടുതൽ എൻ്റെ റബ്ബിലേക്ക് അടുത്തുകൊണ്ട് മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുള്ള സ്വർഗത്തിലേക്ക് എനിക്ക് കടന്നോ, സ്വർഗത്തിലേക്ക്. സലാമുൻ അലൈക്കും ബിമാ സബർതും, സഹിച്ചു നോമ്പ് നോറ്റവരെ, സഹിച്ച് ജീവിതത്തിന്റെ എല്ലാ തരണങ്ങളെ എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത വിശ്വാസികളെ, ഉദ്ഖുലൂഹാ ബിസലാം, ശാന്തിയോടെ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്ന് പറയപ്പെടും വരെ നമുക്ക് വിശ്രമല്ല. ആ വാക്ക് കേൾക്കും വരെ നമുക്ക് ഉറപ്പില്ല നമ്മൾ സ്വർഗത്തിൽ കിടക്കൂന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചൂടിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ റമദാനിനോടൊരു ബഹുമാനക്കുറവ്, ഒരു താല്പര്യക്കുറവ് ഉണ്ടായിക്കൂടാ എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. ഇനി സഹോദരന്മാരെ, രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നാം ഒരു ഇബാദത്തിന് വേണ്ടിയാ കാത്തിരിക്കുന്നത്. നമ്മൾ ഏതൊരു കാര്യത്തിനും ഒരുങ്ങും. നമസ്കരിക്കാനാണെങ്കിൽ അതിന് നേരത്തെ പുറപ്പെടും, വുദൂ ചെയ്യും, എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഏർപ്പെടുത്തും. അതുപോലെ തന്നെ സക്കാത്താണെങ്കിൽ അതിന്റെ കണക്ക് നോക്കും, ഹജ്ജിനാണെങ്കിൽ അതിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും നമ്മൾ ചെയ്യും. നോമ്പിനും വേണം, എല്ലാ ഇബാദത്തുകൾക്കും വേണം ഒരു മുന്നൊരുക്കം. ഏറ്റവും വലിയ മുന്നൊരുക്കം എന്താണ്? അറിവാണ്. അറിവില്ലാതെ ഒരു ഇബാദത്ത് ചെയ്യരുത് പ്രിയമുള്ളവരെ. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നതാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ ഇൽമ്. ആ ഇൽമ് നേടൽ എല്ലാവർക്കും നിർബന്ധമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, സർവ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ് ഇൽമന്വേഷിക്കൽ. ആ ഇൽമെന്ന് പറയുന്നത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാവരുത്, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാവരുത്, ഏതെങ്കിലും നിലക്ക് എവിടെയെങ്കിലും കണ്ടതും കേട്ടതും ആവരുത്. ദീനെന്ന് പറയുന്നത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുകയുണ്ടായി,
ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറൂ അമ്മൻ തഅഖുദൂന ദീനകും. ഈ ഇൽമ് നിങ്ങളുടെ ദീനാണ്. ദീന് നിങ്ങൾ എവിടെ നിന്നാണ് സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് നന്നായി ഓർമ്മ വേണം. എവിടെ നിന്നാണ് നിങ്ങൾ ദീന് പഠിക്കുന്നത് എന്ന് കൃത്യമായ ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സീരീൻ റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നത്. സഹോദരന്മാരെ, നമുക്ക് നല്ല അറിവ് വേണം. ദീന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. ദീൻ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളിൽ നിന്നാണ്, നാട്ടാചാരങ്ങളിൽ നിന്നല്ല. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല റമദാൻ നോമ്പ് നോൽക്കേണ്ടത്. നാട്ടാചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ നാട്ടിൽ പലരും പല നിലക്കും നോമ്പ് നോൽക്കും. ഇപ്പൊ നിങ്ങൾ ഹജ്ജിനൊക്കെ പോയാൽ കാണാം, ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ഹാജിമാര് പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. എല്ലാം കൂടി ഹജ്ജാവോ? എല്ലാം കൂടി ഉംറയാകുമോ? എല്ലാം കൂടി ദീനാകുമോ? ഇല്ല സുഹൃത്തുക്കളെ. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ മാത്രമേ നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും നമ്മിൽ നിന്ന് അല്ലാഹു തആല അത് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിൽ നമ്മെ ഇരുട്ടത്ത് തപ്പിത്തടയാൻ വിട്ടിട്ടില്ല. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ. അതിന്റെ രാവും അതിന്റെ പകലും ഒരുപോലെയാണ്. അഥവാ ദീനിന്റെ കാര്യം വളരെ വെള്ളയാണ്, കൃത്യമാണ്, ഒരു കലർപ്പും അതിലില്ല. അതുകൊണ്ട് എന്ത് വേണം? എന്താണ് നോമ്പെന്ന് പഠിക്കണം. നോമ്പിന്റെ വിധിവിലക്കുകൾ അറിയണം. നോമ്പിനെ സംബന്ധിച്ചുള്ള അഹ്കാമുകൾ അറിയണം. എങ്ങനെ നോമ്പെടുക്കണം, എങ്ങനെ നോമ്പെടുത്തുകൂടാ, എന്താണ് നോമ്പിന്റെ കാതൽ, എന്താണ് നോമ്പിന്റെ ചൈതന്യം, ഇതൊക്കെ നമ്മൾ അറിയണം. കേട്ടുകേൾവികൾ പലതും ഉണ്ടാവും, പലരും പലതും പറഞ്ഞു നടക്കും. ഉദാഹരണമായിട്ട് ആളുകൾ ചെവിയിലൂടെ വെള്ളം കയറിയാ നോമ്പ് പറയോ? അതുപോലെ തന്നെ വെള്ളത്തിൽ ഇരിക്കാൻ പാടുണ്ടോ? പുഴയിലോ അല്ലെങ്കിൽ ബാത്ത് ടബിലോ ഒക്കെ വെള്ളം നിറച്ച് നമ്മൾ അതിൽ ഇരിക്കാൻ പാടുണ്ടോ? മലദ്വാരത്തിൽ കൂടെ വെള്ളം കയറൂലേ? അപ്പൊ നോമ്പ് മുറിയൂലേ? ഇതുപോലെ തന്നെ പല രൂപത്തിലുള്ള ചോദ്യങ്ങൾ. കണ്ണിൽ മരുന്നിറ്റിക്കുന്നത്, ഇഞ്ചക്ഷൻ ചെയ്യുന്നത്, കണ്ണിൽ സുറുമയിടുന്നത്, അതുപോലെ തന്നെ പല്ല് തേക്കുന്നത്, ഒരുപാട് ധാരണകൾ ആളുകൾക്ക് ഇനി റമദാൻ ഇങ്ങോട്ടായാൽ ചോദ്യങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങും. വാസ്തവത്തിൽ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോ മാത്രം നിങ്ങളൊന്ന് നോമ്പുകാരനായിരിക്കെ ശ്രദ്ധിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മൂക്കിൽ വെള്ളം നന്നായി കയറ്റി ചീറ്റണം. എപ്പോ? വുളൂ ചെയ്യുമ്പോൾ. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബാലിഗിൽ ഫിൽ ഇസ്തിൻഷാഖ് ഇല്ലാ അൻ തകൂന സായിമാ. നീ നോമ്പുകാരനായാലൊഴികെ. അപ്പൊ നോമ്പുകാരൻ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോ കുറച്ച് ശ്രദ്ധിക്കണം, വല്ലാതെ കയറിപ്പോകരുത്. അതുകൊണ്ട് മൂക്കിൽ മരുന്നിറ്റിക്കുന്നത് നോമ്പുകാരന് പാടില്ല. കാരണം എന്താ? അത് നേരെ നമ്മുടെ തൊണ്ടയിലേക്കാണ് എത്തുന്നത്. അതേ അവസരത്തിൽ ചെവിയിൽ മരുന്നിറ്റിക്കുന്നത്, കണ്ണിൽ മരുന്നിറ്റിക്കുന്നത്, ഇഞ്ചക്ഷൻ അടിക്കുന്നത്. ഇഞ്ചക്ഷൻ ഏത് ഇഞ്ചക്ഷൻ? നോമ്പിന്റെ ക്ഷീണമറിയാതിരിക്കാനുള്ള ഗ്ലൂക്കോസ് പോലെയുള്ള അത്തരത്തിലുള്ള പോഷകമൂല്യങ്ങൾ അടങ്ങിയ ഇഞ്ചക്ഷനുകളല്ല. ശാരീരികമായിട്ടുള്ള രോഗമുണ്ട്, ആ നിലക്കുള്ള ഇഞ്ചക്ഷനുകൾ അടിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ സമൂഹം പലയിടത്തും പോയി നോക്കിയാൽ നോമ്പിനെ കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകളാണ്. പല ആളുകളും, പണ്ടൊക്കെ പഴമക്കാര് പറയും, നോമ്പ് ശരിയായ നോമ്പാകണം എന്നുണ്ടെങ്കിൽ നല്ല വിശക്കണം, അതുകൊണ്ട് അത്താഴൊക്കെ നേരത്തെ കഴിക്കണം എന്നാ. നബിതങ്ങൾ പഠിപ്പിച്ചതിന്റെ നേരെ എതിര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്താഴം എത്ര ബിന്ദിപ്പിക്കാനാവോ അത്രയും ബിന്ദിപ്പിക്കണം. അതുപോലെ തന്നെ നോമ്പ് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന റിപ്പോർട്ടിൽ കാണാം, അദ്ദേഹം തുണി നനച്ചിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇങ്ങനെ ഇടും. എന്തിനു? ഒരു ആശ്വാസത്തിന്. നോമ്പുകാരന് ഒരു ആശ്വാസത്തിന്റെ വഴിയും ചെയ്യാൻ പാടില്ല എന്നാണ് നാട്ടുനടപ്പ് സംസാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന യസുബ്ബുൽ മാ അലാ റഅസിഹി വഹുവ സായിമുൻ മിനൽ അത്ശി ഔ മിനൽ ഹർരി. ചൂടിന്റെ കടുപ്പമുണ്ടാകുമ്പോ അല്ലെങ്കിൽ ദാഹം കഠിനമാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല തണുത്ത വെള്ളം അവിടുത്തെ തലയിലേക്ക് ഇങ്ങനെ ഒഴിക്കാറുണ്ട് നോമ്പുകാരനായിരിക്കെ. നോമ്പുകാരൻ ഇങ്ങനെ വല്ലാതെ പീഡനം സഹിക്കണം, പ്രയാസപ്പെടുത്തണം, ഒരു കാറ്റുകൊണ്ടുകൂടാ, കുളിച്ചുകൂടാ, തലയിൽ വെള്ളം ഒഴിച്ച് തണുപ്പിച്ചുകൂടാ, തുണി നനച്ച് ശരീരത്തിൽ ഇട്ടുകൂടാ, കുളിച്ചുകൂടാ എന്ന ധാരണകൾക്കൊന്നും അടിസ്ഥാനമില്ല സുഹൃത്തുക്കളെ. ഒരു ആശ്വാസവും കിട്ടാൻ പാടില്ല എന്നുള്ള ധാരണ ശരിയല്ല. ലാ ബഅസ ബിൽ മദ്മള വത്തബറുദ് ലിസ്സായിം
ഒരു നോമ്പുകാരന് ഇടക്കിടക്ക് തണുപ്പിക്കാവുന്ന പണികളൊക്കെ ചെയ്യാ. മലമലത്ത് ചെയ്യാ. എന്തിന്? വായിങ്ങനെ വെള്ളം വറ്റിയാണ്, വായിൽ ഇങ്ങനെ വെള്ളം വറ്റുക. അപ്പൊ ഇടക്കിടക്ക് ഇത് കുടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ഇടക്കിടക്ക് വായിൽ ഇങ്ങനെ വെള്ളമാക്കി തുപ്പുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക. അതുപോലെ തന്നെ ഇടക്കിടക്ക് കുളിക്കുക. തുണി നല്ല തണുത്ത വെള്ളത്തിൽ നനച്ചിട്ട് അത് ശരീരത്തിലും തലയിലൊക്കെ തുടക്കുക. അങ്ങനെയൊക്കെ ആശ്വാസത്തിനുള്ള മാർഗങ്ങളൊക്കെ തേടാം. അതല്ലാതെ ശരീരത്തെ മാക്സിമം പീഡിപ്പിച്ച നോമ്പിന്റെ കൂലി ഇങ്ങനെ കൂടും. അത്താഴം വളരെ നേരത്തെ കഴിച്ച് സുബഹിയാകുമ്പോഴേക്ക് കാലിയായ വയറുകൊണ്ട് നോമ്പെടുക്കണം. അതൊന്നും ഇസ്ലാമല്ല. അതൊക്കെ നാട്ടുനടപ്പും കേട്ടുകേൾവികളും ഊഹാപോഹങ്ങളും മാത്രമാണ് സഹോദരങ്ങളെ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് നമ്മുടെയൊക്കെ റൂമുകളിൽ നിന്ന് കാണുന്നത് പോലെയുള്ള ബാത്ത് ടബ് പോലെ ഒരു വലിയ വെള്ളപ്പാത്രത്തിന്റെ തൊട്ടി ഉണ്ടായിരുന്നു എന്നാണ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലൊരു വലിയ വെള്ളപ്പാത്രത്തിൽ നിറക്കുന്ന ഒരു തൊട്ടി. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഞാൻ നോമ്പുകാരനായിരിക്കുമ്പോ വല്ലാത്ത ചൂടും വിഷമവും ഒക്കെ പ്രയാസം എനിക്ക് തോന്നുമ്പോ ഞാൻ ആ വെള്ളത്തൊട്ടിയിൽ വെള്ളം നിറച്ചിട്ട് അതിലങ്ങനെ കിടക്കും. എന്തിന്? ഒരാശ്വാസം കിട്ടാൻ വേണ്ടി. നമ്മളാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, പുഴയിൽ ഇറങ്ങിയിരുന്നൂടാ, കുളത്തിൽ ഇറങ്ങിയിരുന്നൂടാ, കാരണം ദ്വാരണ്ട് വെള്ളം മേപ്പെട്ട് കയറും എന്നാണ്. ഈ രൂപത്തിലാണ് നമ്മൾ അഹ്കാമുകളും മസ്അലകളും ഒക്കെ പഠിക്കുന്നത്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, ഏതൊരു നിയമവും ദീൻ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെതായ അതോറിറ്റിയിൽ നിന്ന് പഠിക്കണം. മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് അനസ് റളിയല്ലാഹു അൻഹു, ഹസൻ ബസരി റഹിമഹുല്ലാ, ഇബ്രാഹിമുൻ നഖഈ റഹിമഹുല്ലാ, ഇവരൊക്കെ പറഞ്ഞതെന്താണ്? നോമ്പുകാരന് വേണമെങ്കിൽ കണ്ണിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ ആണുങ്ങളുണ്ടല്ലോ സുറുമയിടൽ, അങ്ങനെ സുറുമക്കോല് കൊണ്ട് സുറുമയിടുന്നത് കൊണ്ട് ഒരു വിരോധവുമില്ല. ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. അതെന്താ? നോമ്പുകാരൻ ഉച്ചക്ക് ശേഷം പല്ല് തേക്കാൻ പാടില്ല എന്നാണ്. ഉച്ചക്ക് ശേഷം പല്ല് തേക്കാൻ പാടില്ല. ഇപ്പൊ ശാഫിഈ മദ്ഹബിലൊക്കെ ഉച്ചക്ക് ശേഷം പല്ല് തേക്കൽ കറാഹത്താണ്. എന്താ സുഹൃത്തുക്കളെ അങ്ങനെ വരാൻ കാരണം? ഒരു ഹദീസ് മനസ്സിലാക്കിയിടത്തുള്ള അബദ്ധമായ ധാരണയാണ് അങ്ങനെ ഒരു അഭിപ്രായം വരാൻ കാരണം. എന്താ ആ ഹദീസിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ലഖലൂഫു ഫമിസ്സായിം, നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന ഗന്ധം അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കി, അല്ലാഹുവിന്റെ അടുക്കൽ അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാകുന്നു. ഈ ഹദീസ് വായിച്ചപ്പോ പല ആളുകളും മനസ്സിലാക്കി, എന്നാ കസ്തൂരി അവിടെ നിന്നോട്ടെ, നോമ്പുകാരന്റെ വായ പകർച്ചയായിട്ടൊരു മണം വരിക, അത് ഉച്ചക്കാവുമ്പോ കൂടും, ഉച്ചക്ക് ശേഷമാവുമ്പോ കൂടുതൽ വായ പകർച്ചയായിട്ട് മണം വരും. അപ്പൊ വിചാരിച്ചു, എന്നാ പിന്നെ ഈ കസ്തൂരി അവിടെ നിന്നോട്ടെ എന്ന നിലക്ക് ഉച്ചക്ക് ശേഷം നോമ്പുകാരൻ പല്ല് തേച്ചു വായ ശുചീകരിക്കുന്നത് കറാഹത്താണ് എന്ന് ചില ആളുകൾ പറഞ്ഞു. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ലൗലാ അന്നശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുളൂ, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടായി തീരും എന്ന് ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ ഉമ്മത്തിനോട് നിർബന്ധമായും കൽപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു, എല്ലാ വുളൂഇന്റെ സന്ദർഭത്തിലും മിസ്വാക്ക് ചെയ്യണമെന്ന്. ഇവിടെ നോമ്പുകാരന് അല്ലാത്തവൻ എന്ന വ്യത്യാസമൊന്നും പറഞ്ഞിട്ടില്ല. നോമ്പുകാരനായ വ്യക്തി വുളു എടുക്കുമ്പോഴും അല്ലാത്തയാളാണെങ്കിലും 5 നേരം വുളു എടുക്കുമ്പോഴും മിസ്വാക്ക് ഇപ്പൊ സുന്നത്തേയുള്ളൂ, നിർബന്ധാക്കുമായിരുന്നു ഞാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല ആ ഹദീസിന്റെ തന്നെ നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാന്റെ അടുക്കലാണ് മണം, നമുക്ക് മണപ്പിച്ച് നടക്കാനുള്ളതല്ല, അള്ളാഹുവിന്റെ അടുക്കൽ അത് ഇൻദല്ലാഹി യൗമൽ ഖിയാമ എന്ന് വേറെ റിപ്പോർട്ടിലുണ്ട്. ഖിയാമത്ത് നാളിൽ പടച്ചവന്റെ അടുക്കൽ അതിന് അങ്ങനത്തെ ഒരു സുഗന്ധാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നമ്മൾ ഇങ്ങനെ നല്ലോണം വായ മണപ്പിച്ച് ആണും പെണ്ണും ഒക്കെ പല്ല് തേക്കാതെ അങ്ങനെ നോമ്പുകാരനായിട്ട് നടന്ന അത് അള്ളാന്റെ അടുക്കൽ ഇവിടെ സുഗന്ധാണ് എന്നല്ല, അത് പരലോകത്ത് കിട്ടുന്ന അതിന്റെ പുണ്യമാ. ഏതുപോലെ ഷഹീദുകളായ മനുഷ്യന്മാരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി മരിച്ചിട്ടുള്ള ഒരു ഷഹീദ്, ആ ഷഹീദ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള രക്തം, അതുപോലെ തന്നെ ആ ശരീരത്തിൽ നിന്ന് വ്രണത്തിൽ നിന്ന് വന്നിട്ടുള്ളതൊക്കെ നാളെ മഹ്ശറിലേക്ക് അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള നിലക്കതിൽ നിന്നിങ്ങനെ മണം അടിച്ചു വീശുന്നു. അപ്പൊ പരലോകത്തെ കാര്യമാണ്. മാത്രമല്ല ഇത് വിശദീകരിച്ചെടുത്ത് പണ്ഡിതന്മാര് പറഞ്ഞു, അൽ മുറാദു അന്നല്ലാഹ യജ്സീഹി ഫിൽ ആഖിറ
ഫതകൂന നക്ഹതുഹു അത്യബ മിൻ റീഹിൽ മിസ്ക് കമാ യഅതിൽ മക്ലൂമു വരീഹു ജുർഹിഹി തഫൂഹു മിസ്കാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഷഹീദിന്റെ മുറിവിൽ നിന്ന് അടിച്ചു വീശുന്ന ഗന്ധം പോലെ മഹ്ശറിൽ അത് സത്യവിശ്വാസിയായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യത്തിന് കാരണമാകും എന്നാണ്. അപ്പൊ പല്ല് തേക്കണം സഹോദരങ്ങളെ, എപ്പോഴും 5 നേരവും പല്ല് തേക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ചില ആൾക്കാർ ചോദിക്കും ഛർദിച്ച നോമ്പ് മുറിയോ? ഛർദിച്ചാൽ സ്വാഭാവിക ഛർദി കൊണ്ട് പിന്നെ നോമ്പ് മുറിയുകയില്ല. അതേ അവസരത്തിൽ ഒരാൾ മനഃപൂർവ്വം ഛർദിച്ചാലോ, വായിൽ കൈയിട്ട് ഛർദിക്കുകയാണ്, അപ്പോൾ നോമ്പ് മുറിയും. ഒരാൾ മറന്നുകൊണ്ട് തിന്നു കുടിച്ചു, നോമ്പ് മുറിയോ? മുറിയൂല. ഒരാൾ പട്ടിണിക്കിട്ട് പ്രയാസപ്പെടുത്തലൊന്നുമല്ല നോമ്പിന്റെ ലക്ഷ്യം എന്നതിന് കൂടി ഇത് തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ആരെങ്കിലും മറന്നുകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്താൽ അവൻ നോമ്പ് പൂർത്തിയാക്കട്ടെ എന്നാണ്. അവന് നോമ്പ് പൂർത്തിയാക്കട്ടെ. മാത്രല്ല, ആർക്കെങ്കിലും മറവിയോ മറ്റേതെങ്കിലും കാരണത്താലോ നോമ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇന്നല്ലാഹ വദഅ അൻ ഉമ്മത്തി അൽ ഖതഅ വൻ നിസ്യാന വമസ്തുക്രിഹു അലൈഹി, എന്റെ ഉമ്മത്തിൽ നിന്ന് വിടുതൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ ഉമ്മത്തിന് മാപ്പാക്കി കൊടുക്കും. അൽ ഖത, തെറ്റ് സംഭവിച്ചാൽ, വന്നിസിയാൻ, മറവി സംഭവിച്ചാൽ, വമസ്തുക്രിഹു അലൈഹി, നിർബന്ധിപ്പിക്കപ്പെട്ടാലും. നമ്മൾ നോമ്പുകാരനായിട്ടിരിക്കുമ്പോ ഒരുത്തം വന്നിട്ട് പറഞ്ഞു, നീ ഒരു നോമ്പുകാരൻ, മതചിഹ്നങ്ങളെ അവഹേളിക്കുന്ന കാലമല്ലയോ, മതത്തിന്റെ ആചാരങ്ങളെ പരിഹസിക്കുന്ന ലോകമല്ലയോ? അപ്പൊ ഒരാൾക്ക് തോന്നുകയാണ്, ഒരാൾ നോമ്പെടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, നോമ്പെടുത്തിരിക്കുമ്പോ ഒരുത്തന് വന്നിട്ട് തോന്നി ഇവനെന്തൊരു നോമ്പുകാരനാണ്, നിന്റെ നോമ്പ് ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു ഒരാളെ മലർത്തിക്കിടത്തി കൈകാലുകൾ ബലമായി പിടിച്ചു വെച്ച് വായയിലേക്ക് വെള്ളമൊഴിച്ചയാളെ കുടിപ്പിച്ചുവെങ്കിൽ അയാള് നോമ്പ് മുറിഞ്ഞോ? മുറിഞ്ഞിട്ടില്ല. വമസ്തുക്രിഹു അലൈഹി, നിർബന്ധിപ്പിക്കപ്പെട്ടവനും കുറ്റക്കാരനല്ല, അവന്റെയും നോമ്പ് ബാത്തിലാവുകയില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട നിയമങ്ങളാണ്. അതുപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ച് ചില ആൾക്കാർ വിചാരിച്ച് റമദാന്റെ രാത്രി ആയാൽ പോലും ഭാര്യാഭർത്തൃ ബന്ധം, ശാരീരിക ബന്ധം പാടില്ല എന്നാ. പണ്ട് കാലത്തും അങ്ങനെ ധാരണയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹില്ലലക്കും ലൈലത്തസ് സിയാമിർ റഫസു ഇലാ നിസായിക്കും, നിങ്ങളുടെ ഇണകളുമായി കൊണ്ട് നിങ്ങൾക്ക് സല്ലാപത്തിൽ ഏർപ്പെടുന്നത് റമദാനിന്റെ രാത്രികളിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ചിലർക്കൊരു സംശയം ഉണ്ടാവൽ എന്താണ്? റമദാന്റെ രാത്രിയിൽ ഇങ്ങനെ സംഭവിച്ചു, സുബഹിയായിട്ട് ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞതിന്റെ ശേഷമാണ് ഉണർന്നത്, കുളിച്ചിട്ടില്ല, ശുദ്ധിയായിട്ടില്ല. ജനാബത്തുകാരൻ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ, ഫജർ ആകുന്നതിന്റെ മുമ്പ് തന്നെ കുളിക്കേണ്ടതുണ്ടോ? നിർബന്ധമില്ല. ഫജർ ആയി കഴിഞ്ഞതിന്റെ ശേഷവും കുളിക്കുക, സുബഹി നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമേ ഉള്ളൂ. സുബഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് കുളിച്ചിരിക്കണം എന്നതല്ലാതെ നമ്മള് ഫജറാകുന്നതിന്റെ മുമ്പേ ജനാബത്തുകാരൻ കുളിച്ചുകൊള്ളണം എന്നില്ല, നിർബന്ധമില്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിലായിത്തീരാറുണ്ട്, സുബഹി ബാങ്ക് കൊടുത്തതിന്റെ ശേഷവും അവിടുന്ന് വലിയ അശുദ്ധിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്, പിന്നീട് അവിടുന്ന് കുളിച്ച് അവിടുന്ന് ശുദ്ധിയായിട്ടുണ്ട് എന്നാണ് സഹാബിമാര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, രാത്രിയോ പകലോ ഒക്കെ ഉറങ്ങുമ്പോ പല ആളുകൾക്കും സ്വപ്നത്തിൽ സ്ഖലനമുണ്ടാകാം. സ്വപ്നത്തിൽ സ്ഖലനം സംഭവിക്കും, ഉറക്കത്തിലല്ലേ അത് നടക്കുന്നത്. നോമ്പ് മുറിയുമോ? ഇല്ല. പലർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, അങ്ങനെ സംഭവിച്ചാൽ നോമ്പ് ബാത്തിലാകുമോ? ഇല്ല, നോമ്പ് ബാത്തിലാവില്ല. അതേ അവസരത്തിൽ നേരത്തെ ഛർദിയുടെ കാര്യം പറഞ്ഞതുപോലെ മനഃപൂർവ്വം ഒരാൾ സ്ഖലനം സംഭവിപ്പിക്കുകയാണെങ്കിലോ അതിന് പിന്നെ ഏറ്റവും വലിയ തെറ്റാണത്, അവന്റെ നോമ്പ് ബാത്തിലാക്കി കളയും. തന്റെ ഇണയുമായി ഒരാൾ പകൽ നേരത്ത് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടാലോ ശക്തമായ ഫൈനാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. 2 മാസം തുടർച്ചയായി നോമ്പെടുത്തോളണം, മേലാലിനി ആ പണി ചെയ്യാൻ പാടില്ല. അത്ര ഗൗരവത്തോടുകൂടെയുള്ള ഫൈനാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. നോമ്പുകാരൻ തന്റെ പകൽ സമയത്ത് നോമ്പുകാരനായിരിക്കെ തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചവനെ പറ്റിക്കുന്ന ചില പ്രവാസികളുണ്ട്. അവര് വിചാരിക്കും ഈ നോമ്പ് എന്നൊക്കെ പറയുന്നത് പ്രവാസികൾക്ക് ഇളവുണ്ട്. നാട്ടിലെത്തിയാൽ നമ്മൾ പാകെ 2 കൊല്ലോ 1 കൊല്ലോ ഒക്കെ കഴിഞ്ഞിട്ട് ലീവ് എടുത്ത് പോകുന്ന ആളുകളാണ്. അപ്പൊ പിന്നെ അവിടെ എത്തിയാൽ നമുക്ക് നോമ്പൊന്നുമില്ല. അതല്ലെങ്കിൽ യാത്രക്കാരനാണ് എന്ന് നീയത്ത് മാറ്റിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും ഒക്കെ കുടിച്ചിട്ട് നോമ്പാണ് മുറിക്കും.
എന്നിട്ട് പിന്നെ തന്റെ ഇണയുമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടും. സഹോദരന്മാരെ, അതൊക്കെ അള്ളാഹുവിനെ പറ്റിക്കലാണ്. ഒരു നോമ്പ് ഇത് കാരണമായിട്ട് ഒരുത്തൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഗുരുതരമായ കുറ്റമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും പകൽ സമയത്ത് നോമ്പുകാരനായിരിക്കെ നിർബന്ധ നോമ്പിന്റെ സന്ദർഭത്തിൽ റമദാനിൽ തന്റെ ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. എന്നാൽ ചുംബിക്കാമോ? ചുംബനം നടത്തുന്നതിൽ തെറ്റുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് രണ്ടാളോട് രണ്ട് മറുപടിയാ പറഞ്ഞത്. രണ്ട് കൂട്ടർ വന്ന് ചോദിച്ചപ്പോ രണ്ട് മറുപടി. ഭാര്യയെ ചുംബിക്കാൻ പാടുണ്ടോ നോമ്പുകാരനായിരിക്കെ? പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരാളോട് നബി തങ്ങൾ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു, വേറൊരാളോട് പറഞ്ഞു പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ചോദിച്ചത് ചെറുപ്പക്കാരനാണ്, അവനക്ക് കൺട്രോൾ കിട്ടൂല. അനുവദിക്കപ്പെട്ട ഈ കാര്യത്തിലൂടെ വളരെ ഗുരുതരമായ കാര്യത്തിലേക്ക് അവൻ നീങ്ങും, അതുകൊണ്ട് അവനോട് പാടില്ല എന്ന് പറഞ്ഞു. വൃദ്ധനായ ഒരാളാണ്, അയാൾക്ക് പ്രശ്നമൊന്നുമില്ല, അയാൾക്ക് കൺട്രോൾ കിട്ടുന്ന പ്രായമാണ്, മനുഷ്യനാണ്, അയാളോട് അനുവദനീയാണ് എന്നും പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും വലിയ കുറ്റമായി താൻ ചെയ്തു പോയത് എന്ന് വിചാരിച്ചു. ഭാര്യയെ ചുംബിച്ചു നോമ്പുകാരനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ ഇങ്ങനെ നോമ്പുകാരനായിരിക്കെ ഭാര്യയെ ചുംബിച്ചിട്ടുണ്ട്, വല്ലാത്തൊരു പ്രയാസമായി മഹാനവറുകൾക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഈസി ആയിട്ട് ചോദിച്ചു, നീ വായിലെ വെള്ളം കുപ്പിളിക്കാറില്ലേ? ആ ഉണ്ട്, അതുകൊണ്ട് നോമ്പ് പറയോ? ഇല്ല. പിന്നെ ഇതും അങ്ങനെ പ്രശ്നമില്ല. അപ്പോ ആർക്കാണ് കൺട്രോൾ ലഭിക്കുക? കൺട്രോൾ കിട്ടുന്നവർക്കതാവാം. അതല്ല കൺട്രോൾ തെറ്റിപ്പോകുമോ എന്നാ പിന്നെ ആ പണിക്ക് പോകണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പഠിപ്പിച്ചതിന്റെ ഉദ്ദേശം. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് ചിന്തിക്കാറുണ്ട്, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ രുചി നോക്കാൻ പാടുണ്ടോ, അതുകൊണ്ട് നോമ്പ് മുറിയുമോ? ഭക്ഷണം പാകം ചെയ്യുമ്പോൾ രുചി നോക്കാം. എങ്ങനെ? ഇറക്കരുത്. വായിലേക്ക് ഇറങ്ങിപ്പോകാതെ അതിന്റെ രുചി മാത്രം നാവിൽ അറിയാവുന്ന നിലക്കുള്ള പരിശോധന നടത്തിയിട്ട് തുപ്പിക്കളയണം. ഏതുപോലെ പേസ്റ്റ് ഉപയോഗിക്കാമോ? നോമ്പുകാരനായിരിക്കെ പേസ്റ്റ് ഉപയോഗിച്ച് മിസ്വാക്ക് ചെയ്യാമോ? പേസ്റ്റ് ഉപയോഗിക്കാം. പേസ്റ്റിൻ്റെതായ ഏതെങ്കിലും നിലക്കുള്ള മണമോ രുചിയോ വായിലുണ്ടെങ്കിൽ അത് ഉടനെ ഇറക്കാതെ തുപ്പിക്കളയുന്ന നിലക്കാണെങ്കിൽ അതുകൊണ്ടൊന്നും വിരോധമില്ല സഹോദരങ്ങളെ. അപ്പൊ ഇസ്ലാമികമായി നമ്മൾ ഇങ്ങനെ ഈ രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, സംശയങ്ങൾ മുൻകൂട്ടി തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചിലത് ഓർത്ത് രേഖപ്പെടുത്തി എന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ആമുഖമായി പറയുന്നു എന്ന് മാത്രം. ഒരാൾക്ക് മൂക്കിൽ നിന്ന് ചോര വരികയാണ്, അല്ലെങ്കിൽ പല്ലിന്റെ മോണയിൽ നിന്ന് ചോരയൊലിക്കുകയാണ്, നോമ്പുകാരനാണ്. അല്ലെങ്കിൽ നോമ്പുകാരന് പല്ലെടുക്കാൻ പറ്റുമോ? പല്ലെടുക്കുമ്പോ തരിപ്പിക്കാൻ വേണ്ടിയിട്ട് മോണക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കണമല്ലോ, അത് പാടുണ്ടോ? അതുപോലെ തന്നെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഷുഗർ നോക്കാൻ പാടുണ്ടോ? കൊളസ്ട്രോൾ നോക്കാൻ പാടുണ്ടോ? ഒന്നും വിരോധമുള്ള സംഗതിയല്ല. ഇസ്ലാം അതുകൊണ്ടൊന്നും നോമ്പ് ബാത്തിലാകും എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇനി സഹോദരന്മാരെ, ഇസ്ലാം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ അത്താഴം കഴിക്കാതിരിക്കരുത്. അത്താഴം കഴിക്കണം. അത്താഴം കഴിക്കാത്ത നോമ്പ് അച്ചായന്റെ നോമ്പാണെന്നാണ് ഇസ്ലാം പറയുന്നത്. അച്ചായന്മാർക്ക് പണ്ടുള്ള പരിപാടി എന്താണ്? ഫസ്ലു മാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബ് അസ്സഹൂർ. നമ്മുടെയും അഹ്ലി കിതാബുകാരുടെയും നോമ്പിന്റെ ഇടക്കുള്ള വ്യത്യാസം, നമ്മുടെ നോമ്പിന് നമുക്ക് അത്താഴമുണ്ട്, അതേ അച്ചായന്റെ നോമ്പിന് അത്താഴമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ സമൂഹം മനസ്സിലാക്കുന്നു, ചിലരൊക്കെ തഖ്വയങ്ങ് മൂത്തിട്ട് ഭക്തിയങ്ങ് വർദ്ധിച്ചിട്ട് ചില ഫളായിൽ കിതാബുകളിലൊക്കെ പറയുന്നു, മഹാനവറുകൾ ദിവസങ്ങളോളം അത്താഴം കഴിക്കാതെ നോമ്പെടുത്തിരുന്നു. എവിടുന്നാ സഹോദരാ ഈ ഭക്തി കിട്ടിയത്? അള്ളാന്റെ റസൂല് പറയാ, തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണേ, അത്താഴത്തിൽ ബറക്കത്തുണ്ട് കേട്ടോ. അത്താഴം ഒരു മെറുക്കെങ്കിലും നിങ്ങൾ കഴിക്കണം, കുടിക്കണം എന്ന് പറയുമ്പോൾ അത്താഴം കഴിക്കാതിരുന്ന മഹാന്മാര്, ചില മഹാന്മാര് ബഹുമാനപ്പെട്ടവരങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ അഖ്ശാ, പടച്ചവനെ പേടിയുള്ള നേതാവാരുണ്ട്? അത്ഖാ, റബ്ബിനെ ഭയപ്പെടുന്ന സൂക്ഷ്മതയുള്ള നേതാവ് ആരുണ്ട്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അത്താഴം കഴിക്കണേ, കഴിയുന്നത്ര അതിനെ പിന്തിപ്പിക്കണേ. തഖീറുസ് സഹൂർ, അത്താഴത്തെ പിന്തിപ്പിക്കുക. തഅജീലുൽ ഫിത്ർ, നോമ്പ് സമയമായ ഉടനെ തുറക്കുക. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും വലിയൊരു കംപ്ലൈന്റാണ്, നമ്മുടെ നാട്ടിലൊക്കെ വലിയൊരു പ്രശ്നമാണ്. മുജാഹിദുകളുടെ കലണ്ടറുകളിലൊക്കെ ബാങ്ക് ആ കൃത്യസമയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇപ്പൊ അൽമനാറിന്റെ കലണ്ടർ അതിലൊക്കെ നോക്കിയാൽ കൃത്യമായിട്ട് ആ ബാങ്കിന്റെ സമയം ഉണ്ടാവും. ഫജറിന്റെ സമയത്ത് ഇത്ര മണി, മഗ്രിബിന്റെ ഇത്ര മണി. എപ്പോഴും നാട്ടിലെ മഹല്ലുകളിൽ പ്രശ്ന. മുജാഹിദ് പള്ളിയും അതുപോലെ തന്നെ സമസ്തക്കാരന്റെ പള്ളിയുള്ളിടത്തൊക്കെ പ്രശ്ന.
സുബഹിന്റെ ബാങ്ക് നമ്മുടെ പള്ളികളിൽ കറക്റ്റ് സമയത്ത് കൊടുക്കുമ്പോ മറ്റേ പള്ളിയിൽ 10 മിനിറ്റ് മുമ്പൊക്കെ നേരത്തെ കൊടുക്കും. എന്താ? സൂക്ഷ്മതക്ക് നല്ലത് കുറച്ച് നേരത്തെ കൊടുക്കല. അതുപോലെ മഗ്രിബിന്റെ ബാങ്ക് നമ്മുടെ പള്ളിയിൽ നിന്ന് ആദ്യം കൊടുക്കും, ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടാ മറ്റേ പള്ളിയിൽ നിന്ന് കൊടുക്കുക. അതെന്താ? സൂക്ഷ്മതക്ക് വേണ്ടി ഒരു ഇത്തിരി പിന്തിപ്പിക്കുന്നത് നല്ലതാ. ആരാണ് ഈ സൂക്ഷ്മത പറഞ്ഞത്? ആരാണ് സഹോദര ഈ സൂക്ഷ്മതകളൊക്കെ പഠിപ്പിച്ചു തന്നത്? അങ്ങനത്തെ ഒരു സൂക്ഷ്മതയുടെ പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിടത്ത് നിൽക്കലാണ് വിനയമുള്ള മുസ്ലിമിന്റെ ലക്ഷണം. അവിടുന്ന് പഠിപ്പിച്ചതിനെ ചോദ്യം ചെയ്യല്ല, അവിടുന്ന് പഠിപ്പിച്ചതിന് വിരുദ്ധം പറയല്ല, അവിടുന്ന് പഠിപ്പിച്ചതിൽ ഒരു കമ്മ്യൂണിസ്റ്റയ്ക്കല്ല പോരായ്മയുണ്ടെന്ന് കരുതാൻ പോലും പാടില്ല. ആ നിലക്ക് കൃത്യമായിട്ടാണ് ആ വിഷയത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹോദരന്മാരെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ അനാചാരങ്ങൾ ചെയ്യുന്നുണ്ട്. നോമ്പ് കാലം കണ്ട് വന്നാൽ ആളുകൾ ഒന്നാമത്തെ അനാചാരം നോമ്പിന്റെ നിയ്യത്ത് തന്നെ. സാധാരണയായിട്ട് നമ്മളെ കുറിച്ച് പറയും മുജാഹിദീങ്ങൾ നോമ്പിലെ നിയ്യത്ത് കട്ടവരാണ്. നിയ്യത്ത് നമ്മൾ കട്ടിട്ടില്ല സുഹൃത്തുക്കളെ. എന്താ നിയ്യത്ത് എന്ന് പറഞ്ഞാ? കരുതലാണ്. കരുത്ത് എവിടെയാണ്? നാവുമല. നാവ് കൊണ്ടാ ചിന്തിക്കല്, നാവ് കൊണ്ടാണ് ഓർക്കല്. ഓർക്കൽ, ചിന്തിക്കൽ ഹൃദയത്തിലാണ്. മഹല്ലുൻ നിയ്യത്തിയൽ ഖൽബോ, നിയ്യത്തിന്റെ കേന്ദ്രം ഹൃദയമാകുന്നു. അതിങ്ങനെ റമളാൻ ഉണ്ടാവുമ്പോ ഒരാൾ ചൊല്ലിക്കൊടുക്കുക, തറാവീഹ് കഴിഞ്ഞാൽ ഒരാൾ ഇശാക്ക് ശേഷം ചൊല്ലിക്കൊടുക്കുക, നവൈതു സൗമഗദിൻ അന്നദാഇ ഫർള് റമളാന അദീസന ലില്ലാഹി തആല എന്നിങ്ങനെ. അത് അറബിയിലും പിന്നെ മലയാളത്തിലും ഒക്കെ ഇങ്ങനെ ആവർത്തിച്ച് തനിച്ച ബിദ്അത്താണ്. തനിച്ച ബിദ്അത്താണ്. ഒരാളും അങ്ങനെ ചെയ്യരുത്. മറിച്ച് എനിക്ക് നാളെ നോമ്പാണെന്ന് ഓരോ രാത്രിയിലും എല്ലാവരും തന്റെ മനസ്സിനെ പഠിപ്പിച്ച് ദൃഢമായ ഒരു തീരുമാനമെടുക്കലാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്ത് നിസ്കാരത്തിന് ഉദു എടുക്കുമ്പോൾ വരെ പലർക്കും നിയ്യത്താണ്. നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉദു എന്ന ഫർളിനെ ഞാനിതാ വീട്ടുന്നു എന്ന് പറഞ്ഞ് കയ്യിലിങ്ങനെ കോരിയെടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ നിൽക്കും. വാസ്തവത്തിൽ ആ വെള്ളം അങ്ങോട്ട് ചോർന്നു പോകും. അപ്പോഴേക്ക് നിയ്യത്ത് ശരിയായില്ല, പിന്നെയും കോരിയെടുത്തു, പിന്നെയും നിയ്യത്ത് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞു വന്ന് സൊഫിൽ നിന്നാലോ ഉസല്ലി ലില്ലാഹി തആല എന്ന് പറഞ്ഞ അറബിയിൽ പറഞ്ഞു, മലയാളത്തിലും പറഞ്ഞു. അതുകൊണ്ട് വസ്വാസ് തീരുന്നില്ല. വീണ്ടും കൈ കെട്ടഴിച്ചു, പിന്നെയും അവൻ നിസ്കരിക്കും. ഒരു 4 തവണയെങ്കിലും പലപ്പോഴും വസ്വാസുള്ള ആളുകൾ കൈ കെട്ടഴിച്ച് നിസ്കരിക്കും. ചിലപ്പോൾ വിചാരിക്കുമ്പോൾ മയ്യത്ത് നിസ്കരിക്കുകയാണോ, അപ്പം പെരുന്നാൾ നിസ്കരിക്കുകയാണോ എന്നൊക്കെ തോന്നുന്ന നിലക്ക് തക്ബീർ കെട്ടുന്നു അഴിക്കുന്നു. എന്താ കാരണം? ഈ നിയ്യത്ത് സംബന്ധമായ ഒരു ബിദ്അത്ത് കടന്നുകൂടിയതാണ്. അതുകൊണ്ട് നോമ്പുകാരൻ ഇങ്ങനെ ചൊല്ലിപ്പറയുന്ന നിയ്യത്തവനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, ഓരോ മനുഷ്യനും അവൻ എന്താണോ കരുതിയത് അതാണുള്ളത്. എന്താ ഓരോരുത്തരും ചൊല്ലി പറഞ്ഞത്? അതുണ്ട് എന്നല്ല പറഞ്ഞത്. ഓരോരുത്തരും എന്താണോ കരുതിയത് അതാണ് അവനുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഉള്ളതുപോലെ പഠിക്കുക. ഇല്ലാത്തത് ചെയ്യാനാണ് ആളുകൾക്ക് വലിയ ആവേശം ഉണ്ടാകുക. ഏതാനും ദിവസങ്ങൾക്ക് ഇപ്പൊ ഇന്നലെയൊക്കെ നോമ്പെടുത്ത ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെയൊക്കെ നാടുകളിൽ പരിശോധിച്ചു നോക്കിയാൽ ഇന്നലത്തെ ദിവസം നോമ്പെടുത്ത ആളുകളുണ്ട്. എന്താ കാരണം? ബറാത്ത് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പെടുത്തു. അതിന്റെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പെടുത്തവരുണ്ട്. ഈ 2 നോമ്പും ഇസ്ലാമിലില്ലാത്ത നോമ്പല്ലേ? ഇങ്ങനെ ഒരു നോമ്പ് ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് മിഅ്റാജ് പോയത്. അവിടുന്ന് ഒരിക്കലും മിഅ്റാജ് നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ ശഅബാൻ 15-ന് സ്പെഷ്യലായി ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾക്ക് വലിയ ആവേശം. ഉള്ള നോമ്പുകൾ നോൽക്കാനോ ഒരാവേശവും ഇല്ലതാനും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനാചാരങ്ങളിൽ നിന്നൊക്കെ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ വിട്ടു നിൽക്കണം. അതുപോലെ റമളാനായി കഴിഞ്ഞാലുണ്ട് ചില വീടുകളിലൊക്കെ, നമ്മുടെയൊക്കെ നാടുകളിൽ കാണാം, നനച്ചുളി. അതിന്റെ മുമ്പ് കുളിക്കാത്ത മാതിരിയുണ്ട്. അതിന് മുമ്പ് കുളിക്കാത്ത മാതിരിയാണ്. റമളാനായ ഒരു നനച്ചുകുളി. അതിങ്ങനെ ഇലയൊക്കെ കൊണ്ടുവന്ന് വീടൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി, അതുപോലെ തന്നെ എല്ലാ നിലക്കുള്ള പ്രത്യേകമായ സംവിധാനങ്ങളൊക്കെ ചെയ്ത് നമസ്കാരപ്പായൊക്കെ ഒന്ന് കഴുകി, മുസല്ലയൊക്കെ ഒന്ന് കഴുകി ഉണക്കി, എവിടെയാണ് നിസ്കാരക്കുപ്പായം മൂടി വെച്ചിട്ടുള്ളത് അതൊക്കെ ഒന്ന് എടുത്ത് പ്രത്യേകമായി കഴുകി ഉണക്കി, സൂപ്പർ വെയിറ്റ് ഒക്കെ ഒന്ന് ബുക്കി, ഒന്ന് പ്രത്യേകമായ ഒരു ഒരുക്കം. വാസ്തവത്തിൽ സഹോദരന്മാരെ, അങ്ങനെ ഒരു റമളാനിനെ വരവേൽക്കാൻ തുടക്കത്തിൽ അതിന്റെ തലേന്നാളൊരു നനച്ചുകുളി എന്ന് പറയുന്ന ഒരു പരിപാടി ഇസ്ലാം ഒരിക്കലും നിശ്ചയിച്ചിട്ടില്ല. അതുപോലെ സാധാരണഗതിയിൽ കണ്ടുവരാറുള്ള ചില അനാചാരങ്ങളുണ്ട്. അതെന്താ? റമളാനായി കഴിഞ്ഞാൽ സ്പെഷ്യൽ ദിക്റുകൾ. റമളാനിന്റെ 1-ാമത്തെ 10-ൽ ചൊല്ലേണ്ട ദുആ, 2-ാമത്തെ 10-ൽ ചൊല്ലേണ്ടുന്ന ദുആ, 3-ാമത്തെ 10-ൽ ചൊല്ലേണ്ടുന്ന ദുആ,
ആദ്യത്തെ 10 അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുവേ നീ എന്നെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്ന നാഥ നീ എന്നെ അനുഗ്രഹിക്കണമേ, ആദ്യത്തെ 10 ചൊല്ലേണ്ടത്. രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ എന്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പൊറുത്തു തരേണമേ, സർവലോക പരിപാലകനായ റബ്ബേ എന്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പൊറുത്തു തരേണമേ. രണ്ടാമത്തെ 10 പറയേണ്ടത്. ഇനി മൂന്നാമത്തെ 10 അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ നീ എന്നെ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കണമേ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക ദിക്റില്ല, എല്ലാവരും പഠിച്ചു വെച്ചോളി. ഇങ്ങനെ ഒരു പ്രത്യേക ദിക്ർ റമദാനിലുണ്ടോ? ഇല്ല. പിന്നെ എവിടുന്നാണ് ഇങ്ങനെ ഒരു ദിക്ർ വന്നത്? ഒരു ദുർബലമായ ലഈഫായ ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം. റമദാനിനെ കുറിച്ച് പറഞ്ഞിടത്ത് അവ്വലുഹു റഹ്മത്തുൻ, റമദാനിന്റെ ആദ്യത്തെ 10 അനുഗ്രഹത്തിന്റെ 10 ആകുന്നു. വഔസതുഹു മഗ്ഫിറ, അതിന്റെ നടുവിലെ 10 പാപമോചനത്തിന്റെ 10 ആകുന്നു. വആഖിറുഹു ഇത്ഖും മിനന്നാർ, അതിന്റെ അവസാന 10 ദിവസങ്ങൾ നരകമോചനത്തിന്റെ നാളുകളാകുന്നു. വാസ്തവത്തിൽ ഈ ഹദീസ് സഹീഹല്ല, ഈ ഹദീസ് സഹീഹല്ല. ഈ ഹദീസ് സഹീഹാണെന്ന് കരുതിയ ആളുകൾ എന്ത് ചെയ്തു? ഈ ഹദീസിലെ വാചകങ്ങൾക്ക് ഒപ്പിച്ചുകൊണ്ട് ആദ്യത്തെ 10 കാരുണ്യത്തിന്റെ 10 ആണെന്ന് ആ കാരുണ്യം ചോദിക്കുക, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10 ആണെന്ന മഗ്ഫിറത്ത് ചോദിക്കുക, മൂന്നാമത്തെ 10 നരകമോചനത്തിന്റെ നാളുകളാണെന്ന നരകമോചനം ചോദിക്കുക എന്ന് തീരുമാനിച്ചതാണ്. വാസ്തവത്തിൽ റമദാൻ 30 ദിവസവും കാരുണ്യമാണ്, പാപമോചനമാണ്, നരകമോചനത്തിന്റെ ദിവസങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി ഉതഖാ മിനന്നാർ വദാലിക കുല്ല ലൈല, എല്ലാ രാത്രികളിലുമുണ്ടത്, എല്ലാ രാത്രിയിലും അല്ലാഹു തആല പാപികളെ നരകത്തിയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ റമദാനിന്റെ ആദ്യ 10, രണ്ടാം 10, മൂന്നാം 10 എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കാർഡുകൾ ഇറക്കും. ചില കച്ചവട സ്ഥാപനങ്ങൾ അവരുടെ കച്ചവടത്തിന്റെ പരസ്യം കൊടുക്കാൻ വേണ്ടി, ഷോപ്പിന്റെ പരസ്യം കൊടുക്കാൻ വേണ്ടിയൊക്കെ ചില പ്രത്യേകമായ റമദാൻ കലണ്ടറുകൾ അടിക്കും. ആ കലണ്ടറുകളൊക്കെ തനിച്ച ബിദ്അത്തുകളാണ് പ്രചരിപ്പിക്കുക. ഒന്നാമതായി നോമ്പിന്റെ നിയത്ത് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടാവും, നവൈതു സൗമഗദിൻ ആദ്യം പറഞ്ഞത്. പിന്നെ ആദ്യ 10 പറയേണ്ടത്, രണ്ടാം 10 പറയേണ്ടത്, മൂന്നാമത്തെ 10 ചൊല്ലേണ്ടത്, ഇതിനൊന്നും ഒരടിസ്ഥാനമില്ല. എല്ലാ കാലത്തും റമദാനിന്റെ എല്ലാ ദിവസവും റഹ്മത്തും മഗ്ഫിറത്തും ഇത്ഖും മിനന്നാറിന്റെയും ദിവസങ്ങളാണ്. ധാരാളമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് സഹോദരന്മാരെ ചെയ്യേണ്ടത്. അപ്പൊ അതാണ് വാസ്തവത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുരുങ്ങിയ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി സഹോദരന്മാരെ, ഇതൊക്കെ ഇപ്പൊ നോമ്പിന്റെ കർമ്മശാസ്ത്ര വശങ്ങളാണ്. ഇനി നോമ്പിന്റെ ചൈതന്യം എന്ന് പറയുന്നത് എന്താ? എന്തിനാ പ്രിയമുള്ളവരെ നമ്മൾ നോമ്പെടുക്കുന്നത്? അസ്സിയാമു ജുന്ന, നോമ്പ് ഒരു പരിചയാകുന്നു. നോമ്പെടുക്കുന്നത് എന്തിനാ? നമ്മളെ പട്ടിണിക്കിടാനാ? ഒരിക്കലും അല്ല. അല്ലാഹു തആല പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകുവാൻ എന്നാണ്. എങ്ങനെ സുഹൃത്തുക്കളെ നമുക്ക് പട്ടിണി കിടന്നാൽ തഖ്വ ഉണ്ടാകുക? പട്ടിണി കിടന്നാൽ ഒരാൾക്ക് തഖ്വയുണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാര് ദിവസങ്ങളോളം ഇങ്ങനെ കലക്ട്രേറ്റിന്റെ മുമ്പിലും അതുപോലെ തന്നെ പാർലമെന്റിന്റെയും നിയമസഭയുടെയൊക്കെ മുമ്പില് ആളുകൾ കടന്ന് നിരാഹാരമനുഷ്ഠിക്കാറുണ്ട്. നിരാഹാരമനുഷ്ഠിച്ച് നാരങ്ങ നീരൊക്കെ കൊടുത്ത് പുറത്തേക്ക് വന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് അഴിമതി മുക്തനാവാറുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് നന്നാകാറുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ പട്ടിണി കിടന്നുകൊണ്ട് ആരും നന്നാവില്ല. പിന്നെ എങ്ങനെയാ നോമ്പ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്? അവിടെയാണ് ഇസ്ലാം പറയുന്നത്, നോമ്പുകാരനായിരിക്കെ നീ വളരെ കൺട്രോൾ ചെയ്യണം. അവൻ അനാവശ്യ വർത്തമാനത്തിന് പോകരുത്. കണ്ണുകൾക്ക് നോമ്പുണ്ട്. ആമാശയത്തെ മാത്രം പട്ടിണിക്കിടലല്ല, കണ്ണുകൾക്ക് നോമ്പുണ്ട്, കാതുകൾക്ക് നോമ്പുണ്ട്, അതേ നാവിന് നോമ്പുണ്ട്, കൈകാലുകൾക്ക് നോമ്പുണ്ട്. എല്ലാ നിലക്കും നീ നിയന്ത്രണം പാലിക്കണം. അങ്ങനെ നീ നിയന്ത്രിച്ച് ഇങ്ങനെ ഇരിക്കുക, വളരെ നിയന്ത്രിച്ച്, കണ്ണുകൊണ്ട് അരുതാത്തതൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, സംസാരിക്കുന്നില്ല. വളരെ ഭക്തിയിലിരിക്കുമ്പോഴാണ് ഒരുത്തം വന്നിട്ട് ചിരി തോണ്ടുന്നത്. ഒരുത്തം വന്ന് നമ്മളെ ദേഷ്യം പിടിപ്പിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരാൾ വന്നിട്ട് വന്നിട്ട് ചീത്ത വിളിക്കുകയാണ്, അതല്ലെങ്കിൽ പോരിനുണ്ടോ എന്ന് വെല്ലുവിളിക്കുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങടാ,
ധൈര്യമുണ്ടെങ്കിൽ എന്റെ ഈ കാര്യത്തിന് മറുപടി പറയടാ എന്നിങ്ങനെ നോമ്പുകാരൻ ക്ഷമിച്ച് സഹിച്ച് കഴിഞ്ഞുകൂടുമ്പോൾ അവനെ വാശി പിടിപ്പിക്കുമ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൽയഖുൽ ഇന്നി സ്വായിം, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറണം. മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരു നേരമാണത്. ആർക്കും വളരെ വാശി പിടിക്കുന്ന നേരം. വെല്ലുവിളിച്ചോക്കണ്ടേ നമ്മള്, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങടാ, ആണാണെങ്കിൽ ഇറങ്ങടാ എന്നൊക്കെ പറയുമ്പോ എത്ര കൺട്രോളുള്ള മനുഷ്യന്റെയും കൺട്രോൾ അങ്ങോട്ട് വിട്ടുപോകും. ആ സമയത്ത് വലിയ കൺട്രോൾ വേണമെന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിനാണ് നോമ്പ്. ഇദ്ഫഅ ബില്ലത്തി അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അളീം. ഏത് ശത്രുവാകട്ടെ ആരാവട്ടെ നിന്നെ പ്രകോപിപ്പിച്ച് നിന്നോട് മോശമായി വർത്തിച്ചാൽ നീ അവനോട് നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് നല്ല നിലക്ക് ഇടപെടണം, നല്ല സ്വഭാവത്തോടെ വർത്തിക്ക്. എന്നാൽ ഏത് ശത്രുവും നിന്റെ ആത്മമിത്രമായി മാറുന്നത് നിനക്ക് കാണാം. പക്ഷേ തുടർന്നുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇത് അങ്ങേയറ്റത്തെ സബറുള്ളവർക്കല്ലാതെ കഴിയാത്ത കാര്യമാണ്, മഹാഭാഗ്യവാന്മാർക്കല്ലാതെ കഴിയാത്ത കാര്യമാണ് എന്നുകൂടി അല്ലാഹു തആല പറഞ്ഞു. ഈ വലിയ സൽഗുണമാണ് പ്രിയമുള്ളവരെ റമദാൻ എന്ന പാഠശാലയിൽ നിന്ന് ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ടത്. നമ്മൾ നോമ്പ് തോൽക്കുന്നതിനാ സ്വന്തത്തെ കൺട്രോൾ ചെയ്യാൻ. ചില മനുഷ്യന്മാർക്ക് ഭയങ്കര തടിയും മുടുക്കും, ശത്രുവിനെ അടിച്ച് നിലം പരിശാക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാവും. ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശദീദു ബിസ്സർആ, ഒരാളെ ഗുസ്തിയിൽ അടിച്ച് നിലം പരിശാക്കുന്നവനല്ല ശക്തൻ. ദേഷ്യം വരുന്ന നേരത്ത് കോപാഗ്നി കൊണ്ട് ശരീരം വിറക്കുമ്പോ തന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്താൻ ആർക്ക് കഴിയുമോ അവനാണ് യഥാർത്ഥത്തിലുള്ള ശക്തൻ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇത് നേടിയെടുക്കാനാണ് നോമ്പ്. ഇത് നേടിയെടുക്കാനാണ് പ്രിയമുള്ളവരെ നമുക്ക് നോമ്പ് അല്ലാഹു റബ്ബുൽ ആലമീൻ നിർബന്ധമാക്കിയിട്ടുള്ളത്. ഈ ഒരു പ്രത്യേകമായ അവസ്ഥയാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. കണ്ണും കാതും നാവും ഒക്കെ എല്ലാ വൃത്തികേടുകളിൽ നിന്നും മാറ്റിയിട്ട് നേരം പോക്കിന്റെ പരിപാടികളൊക്കെ ശൈത്താൻ പലതും തോന്നിപ്പിക്കും. ആളുകൾ റമദാനായ നേരം പോകുക, ടൈം പാസിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്. എല്ലാവരുടെ കയ്യിലും വേണം. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ കുടുംബത്തിലെ താമസിക്കുന്ന മുഴുവൻ ആളുകളോടും പറയണം, ഒരു കുടുംബത്തിൽ ഒരു ഖുർആനൊന്നും ഉണ്ടായാൽ പോരാ, എല്ലാവർക്കും ആളെണ്ണ ഓരോ ഖുർആൻ ഉണ്ടാവണം. എന്നിട്ട് ഖുർആനുമായിട്ടുള്ള ബന്ധം, റമദാനായ ഖുർആനുമായിട്ടുള്ള വലിയ ബന്ധം വേണം. നമ്മുടെ മുൻഗാമികളൊക്കെ എത്രയാ ഖത്ം തീർത്തത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചുള്ള ചരിത്രത്തിൽ കാണാം, അദ്ദേഹം റമദാനാണ്ടായ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകശാലയൊക്കെ അടച്ചുപൂട്ടുന്നതാണ്. പിന്നെ അതിലേക്കൊന്നും ചിന്തിക്കൂല. ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സംവിധാനം പോലും അദ്ദേഹം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുമെന്നാണ്. ഒക്കെ മജ്ലിസുൽ ഖുർആൻ, ഖുർആനുമായിട്ടുള്ള ബന്ധം, ഖുർആൻ പഠിക്കുക, അത് മനഃപ്പാഠമാക്കുക, അത് പാരായണം ചെയ്യുക. അങ്ങനെ വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഓരോ ഖുർആൻ വേണം. ഓത് ആ സമയം കിട്ടുമ്പോഴൊക്കെ പാരായണം ചെയ്യുക. ഓതി തീർന്നിടത്ത് അടയാളം വെക്കുക, വീണ്ടും ഓതുക. അങ്ങനെ നിരന്തരമായി നമ്മുടെ ടൈം പാസിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ, സീരിയലുകളിലേക്ക് പോകാതെ, സിനിമകളിലേക്ക് പോകാതെ, മ്യൂസിക്കുകളിലേക്ക് പോകാതെ, നോവലുകളിലേക്ക് പോകാതെ, അനാവശ്യമായ ഭാഷണങ്ങളിലേക്ക്, സംസാരങ്ങളിലേക്ക് തിരിയാതെ നോമ്പുകാരൻ വളരെയേറെ നിയന്ത്രണം പാലിച്ചു കഴിഞ്ഞാൽ ലഅല്ലക്കും തത്തഖൂൻ, അവന്റെ ജീവിതത്തിൽ വലിയ ഒരു സൂക്ഷ്മത അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് നൽകും. അപ്പോ സഹോദരന്മാരെ, ഇതുവരെ ഈ പറഞ്ഞതൊക്കെ എന്താണ്? നോമ്പുകാരൻ ഉണ്ടായിരിക്കേണ്ടുന്ന നിയന്ത്രണം, ആത്മനിയന്ത്രണം, അവൻ പാലിക്കേണ്ടുന്ന കർമ്മശാസ്ത്രപരമായ അതിന്റെ വിധിവിലക്കുകൾ. അതുപോലെ തന്നെ നോമ്പിനെ വരവേൽക്കുമ്പോൾ ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ വലിയ സന്തോഷത്തോടെ നമുക്ക് നന്മകളുടെ കൂപാരവുമായി നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു ഗസ്റ്റാണ്, ഒരു അതിഥിയാണ്. അങ്ങനത്തെ ഒരു അതിഥി കടന്നു വരുന്നു എന്ന് വരുമ്പോ എത്ര വലിയ സന്തോഷമാണ് നമുക്കുണ്ടാകുക. എത്രത്തോളം നമുക്ക് ഗൾഫിലേക്ക് പോകാനുള്ള ഒരു വിസയുമായിട്ട്, വിസ അയാൾ എടുത്തോന്നല്ല, വേറൊരാളെടുത്ത് കൊടുത്തയക്കാണ്. നമ്മുടെ ഒരു ബന്ധുവാണ് വിസ എടുത്തത്, ടിക്കറ്റ് എടുത്തത്, ചെലവുകളൊക്കെ ചെയ്തത്. പക്ഷെ അയൽവാസിയായ ഒരാളാണ് ഇപ്പൊ ലീവിന് വരുന്നത്. അയാൾ എനിക്ക് പോകാനുള്ള ടിക്കറ്റും വിസയും കൊണ്ട് വരുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ അയാളെ കാത്തിരിക്കാനുള്ള ഒരു ആവേശത്രേ. വാസ്തവത്തിൽ അയാളും ഈ ടിക്കറ്റുമായിട്ടൊരു ബന്ധമില്ല, ഈ വിസയുമായിട്ട് അയാൾ ഒരു ബന്ധമില്ല, ചെലവാക്കിയതൊക്കെ വേറെ ആളാ. പക്ഷേ അയാൾ എനിക്കൊരു വലിയ കാര്യം കൊണ്ട് വരുന്നു എന്ന് വരുമ്പോ
എന്താ വരാത്തത്, എപ്പോഴാണ് വരിക, എപ്പോഴാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്, ഞാൻ കൂട്ടാൻ പോണോ, എന്തൊക്കെയാ ചോദിക്കുക. അത്ര വലിയ ആവേശം. പരിശുദ്ധ റമദാൻ അതേ സൽക്കർമ്മങ്ങൾക്ക് വർദ്ധിത പുണ്യം ഓഫർ ചെയ്യപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നു. ഷഹ്റു സബ്ർ, ഷഹ്റു തഖ്വ, ഷഹ്റുൽ മുവാസാത്ത്. പരസ്പരം സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും തഖ്വയുടെയും മനസ്സിനും ശരീരത്തിനും വലിയ ഈമാനികമായ ഊർജം പ്രദാനം ചെയ്യുന്ന മാസം കടന്നു വരുമ്പോൾ എത്രത്തോളം നമുക്ക് ഈമാൻ വേണം. അതാണ് ഇനി പറയാനുള്ളത്. പരിശുദ്ധ ഖുർആൻ ഈ നോമ്പ് ആർക്കാ നിർബന്ധാക്കിയത്? ഇതുവരെ പറഞ്ഞതൊക്കെ അതിന്റെ കർമ്മശാസ്ത്ര വശവും ആത്മനിയന്ത്രണവും അതിന്റെ മുന്നൊരുക്കൊക്കെയാണ്. ഇനി നമ്മൾ കാതലായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. അള്ളാഹു ഈ നോമ്പ് നിർബന്ധമാക്കി എന്ന കൽപ്പന പറഞ്ഞ് ആരെയാണ് വിളിച്ചത്? യാ അയ്യുഹന്നാസ് കുതിബ അലൈക്കുമുസ് സിയാം എന്നാണോ പറഞ്ഞത്? അല്ല. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഓ സത്യവിശ്വാസികളെ, മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആ വിളിക്ക് നമ്മൾ യോഗ്യരാണോ എന്ന് പരിശോധിക്കണം. അല്ലാഹു വിളിച്ചതെന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. എന്താ ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നോമ്പെടുത്തിട്ടെന്താ കാര്യം, നമസ്കരിച്ചിട്ടെന്താ പ്രയോജനം എന്റെ ഈമാൻ ശരിയല്ലെങ്കിൽ? ഞാൻ എത്ര തവണ ഹജ്ജും ഉംറയും ചെയ്തിട്ടെന്ത് എന്റെ ഈമാൻ ശരിയല്ലെങ്കിൽ? ഞാൻ എത്ര ദാനധർമ്മം ചെയ്തിട്ടെന്ത് ഫലം എന്റെ ഈമാൻ ശരിയല്ലെങ്കിൽ? കാര്യമുണ്ട്. നമ്മൾ ആ വിളിക്ക് യോഗ്യരാകണം. എന്നാലേ നോമ്പെടുത്തിട്ട് കാര്യമുള്ളൂ. ഈമാൻ ശരിയാവാതെ ഒരു സൽക്കർമ്മം കൊണ്ടും ഒരു സൽക്കർമ്മവും സൽക്കർമ്മമായി അല്ലാഹു പരിഗണിക്കൂല. എന്താ ഈമാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നു, അതദറൂന മൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാമോ? എന്താ ഈമാൻ? അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ എന്താ പറയാൻ പോവുകയാണ്. ഖാലു, അപ്പൊ സഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനാണ് അറിയുക. അള്ളാന്റെ വഹി കിട്ടുന്നതിനാൽ നബി തങ്ങൾക്കുമാണല്ലോ ഇതിനെക്കുറിച്ച് വിവരമുള്ളത്, ഞങ്ങൾക്കറിയില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, എന്താണ് ഈമാൻ? അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈമാനുള്ളവരായി തീരുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യം അംഗീകരിക്കലാണ്. വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച് അത് മനസ്സിനെ ശരിക്കും പഠിപ്പിക്കലാകുന്നു ഈമാൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ട് കാര്യം പ്രധാനമായിട്ട് അവിടെ പറഞ്ഞു. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമല്ല പറഞ്ഞത്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നും കൂടെ പറഞ്ഞു. അള്ളാഹുവിലുള്ള വിശ്വാസാണ് ഈ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ശരിയാകണമെങ്കിൽ നമ്മുടെ ഇബാദത്തിൽ ഒരൽപ്പം പോലും ളുൽമ കലരാൻ പാടില്ല. വിശ്വാസത്തിൽ ളുൽമ കലർന്നാൽ അവന് നിർഭയത്വം നിഷേധിക്കപ്പെടുന്നു, നരകം തന്നെ. ഖുർആൻ പറഞ്ഞു, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സത്യവിശ്വാസം സ്വീകരിച്ചവർ, വലം യൽബിസൂ ഈമാനഹും, അവരുടെ ഈമാനിൽ കലർന്നിട്ടുമില്ല, ബിളുൽമിൻ, അല്പം പോലും ശിർക്ക് കലർന്നിട്ടില്ല. ളുൽമ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന ശിർക ലളുൽമുൻ അളീം. ശിർക്കാണ് വമ്പിച്ച അക്രമം. വമ്പിച്ച അക്രമം തന്നെയാണ് ശിർക്ക് എന്നാണ് മഹാനായ അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ശിർക്ക് കലരാത്ത ഈമാൻ ഉണ്ടാകണം. നമ്മൾ ചിന്തിക്കണം, എന്റെ ഈമാനിൽ ശിർക്ക് കലർന്നിട്ടുണ്ടോ? ഞാൻ ശിർക്ക് പ്രവർത്തിക്കുന്നയാളാണോ? ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ മഹാഭൂരിപക്ഷവും പടച്ചവനിൽ പോലും വിശ്വസിക്കുന്നില്ല എന്നാണ് സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവർ അവനിൽ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടല്ലാതെ. മഹാഭൂരിപക്ഷത്തിന്റെ ഈ സ്ഥിതി അതാ. അള്ളാഹുവിലുള്ള വിശ്വാസം,
നമ്മളൊക്കെ ആലോചിക്കുക, മുസ്ലിം ഉമ്മത്തിന്റെ സ്ഥിതി ഇന്നെന്താ? മുസ്ലിം സമുദായത്തിന്റെ സ്ഥിതി മറ്റുള്ളവരവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോ സംസാരിക്കുന്നത് മുസ്ലിം സമുദായത്തോടല്ലേ? മുസ്ലിം സമുദായത്തിന്റെ പോലും സ്ഥിതി എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്നു, പക്ഷേ ജീവിതം അതിന് വളരെ വിരുദ്ധമാണ്. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നു, അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ വണങ്ങുന്നു, സുജൂദ് ചെയ്യുന്നു. അങ്ങനെ ധാരാളം മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത് തന്നെ മഹാബദ്ധം. ലോകം കൺട്രോൾ ചെയ്യുന്നത്, ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മഹാന്മാരാണെന്നാ പറയുന്നത്. ഈ ലോകത്ത് നമ്മൾ കാണാത്ത ചില പുരുഷന്മാരുണ്ട് എന്നാണ് അവർക്ക് പേരിട്ടത് റിജാലുൽ ഗൈബ് എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? കാണാൻ കഴിയാത്ത പുരുഷന്മാർ, അദൃശ്യ പുരുഷന്മാർ. അദൃശ്യ പുരുഷന്മാരാണത്ര ഈ ലോകം കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ മഴ പെയ്യിപ്പിക്കുന്നത്, ഇവിടെ ഭക്ഷണദാനങ്ങൾ വിതരണം ചെയ്യുന്നത്, മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അദൃശ്യ ലോകത്തുള്ള പുരുഷന്മാരാകുന്നു എന്ന വിശ്വാസം നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈമാനിൽ ളുൽമ് കലരുക എന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം ഇനി ഒരു ളുൽമ് എന്താണ് സഹോദരന്മാരെ? അതുപോലെ തന്നെ മഹത്തുക്കളായ ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. അള്ള കാണും പോലെ കാണും, അള്ള കേൾക്കും പോലെ കേൾക്കും, അള്ള അറിയും പോലെ അറിയും. അള്ളാഹുവിന് കഴിവുള്ളതുപോലെ അവർക്കും അള്ള കഴിവുകൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈ നിലക്ക് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചാരം നേടുകയാണ്. മഹാന്മാരായ ആളുകളെ വിളിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിനും, ഇപ്പൊ റമദാനായി കഴിഞ്ഞ റമദാനിന്റെ മാസം 17 ബദരീങ്ങളുടെ ആണ്ട് എന്ന പേരിൽ മഹാന്മാരായ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പാടും. യമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ കിദാ. ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നീ കഷ്ടപ്പെടുന്നുവെങ്കിൽ നീ ഉടനെ വിളിച്ചോ, യാ അഹ്ല ബദരി ശുഹദാ, ഓ ബദർ ശുഹദാക്കളെ അങ്ങളെ രക്ഷിക്കണമേ എന്ന ബദർ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് പാടി പറയുന്ന മാസമാണ് റമദാൻ. പലർക്കും സഹോദരങ്ങളെ അവര് നോമ്പെടുത്തിട്ട് എന്താ കാര്യം? ഈ വിശ്വാസമുള്ളയിടത്തോളം നോമ്പെടുത്തിട്ട് എന്താ പ്രയോജനം? എത്രത്തോളം ശിർക്ക് സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ആ ഒരു വീട്ടിൽ കള്ളൻ പ്രവേശിക്കാതായപ്പോൾ ഒരാൾ പറയാണ്, എന്റെ വീട്ടിൽ നായ കാവലില്ലായിരുന്നുവെങ്കിൽ ഇന്നലെ കള്ളൻ കിടക്കുമായിരുന്നു എന്ന വാക്ക് പോലും മുസ്ലിമീങ്ങൾ പറയുന്നത് സൂക്ഷിക്കണം. അത്ര നമ്മൾ സൂക്ഷിക്കണം എന്നാ പറയുന്നത്. ഇന്നലെ എന്റെ വീട്ടിൽ കള്ളം കിടക്കുമായിരുന്നു, ആ നായ ഉള്ളത് കൊണ്ടാ, ആ നായ ഇല്ലായിരുന്നുവെങ്കിൽ കള്ളം കിടക്കുമായിരുന്നു എന്ന് പറയുന്ന വാക്ക് പോലും ഗൗരവമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആരെങ്കിലും ഒരു യാത്രക്കിറങ്ങുമ്പോ പക്ഷിയുടെ ശബ്ദമോ പക്ഷിയുടെ ചിറകടിയോ അയാൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുവെങ്കിൽ അയാൾ ഉടനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലട്ടെ. അയാൾ ഉടനെ അള്ളാഹുവിനോട് പറയട്ടെ, അള്ളാഹുവേ അല്ലാഹുമ്മ ലാ തയ്റ ഇല്ലാ തയ്റുക, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ഇലാഹ ഗൈറുക. നീ അല്ലാതെ ഒരു ആരാധ്യനുമില്ല, നിന്റെ ഖൈറല്ലാതെ ഒരു ഖൈറില്ല എന്നൊക്കെ പറയണമെന്ന ഇന്ന് മുസ്ലിം സമുദായം. ഇതെല്ലാം കാര്യങ്ങൾ, ഒരു പൂച്ച വിലങ്ങ് ചാടിയാൽ, അതുപോലെ തന്നെ ഒരു പക്ഷിയുടെ ശബ്ദം കേട്ടാൽ, കൂമൻ മൂളിയാൽ, കൈയിന്റെ ഉള്ളിൽ നിന്ന് ചൊറി വന്നാൽ, ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ചൊറിഞ്ഞാൽ അതൊക്കെ പണം കിട്ടുന്ന കാര്യം. കണ്ണിന് ചൊറി വന്ന ആരെയോ കാണാൻ നിൽക്കുന്നു, കാക്ക കരഞ്ഞാൽ വിരുന്നുകാരൻ വരാൻ ആ ഭാഗത്ത് നിന്ന് വരാനുണ്ട്, ഗൗളി ശബ്ദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ കാര്യം സത്യാന്ന് പല്ലി കൂടി സമ്മതിച്ചിരിക്കുന്നു, കണ്ടോ പല്ലി ശബ്ദിച്ചില്ലേ എന്ന് പറയുന്ന ആളുകൾ. അതുപോലെ തന്നെ കണ്ണേറ് എന്ന് പറയുന്ന ഇസ്ലാം പഠിപ്പിച്ച യാഥാർത്ഥ്യമുള്ള കാര്യത്തിന്റെ പേരിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവർ. കണ്ണേറ് എന്ന് പറയുന്നത് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന് കോലങ്ങൾ നാട്ടാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇസ്ലാം നമ്മുടെ തോട്ടങ്ങളിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായ കോലങ്ങൾ വെക്കുക, അല്ലെങ്കിൽ കരിങ്കണ്ണ നോക്ക് എന്ന് എഴുതി വെക്കുക, ആ രൂപത്തിലുള്ളതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം അതിനൊക്കെ ഇസ്ലാമികമായ നിലക്കുള്ള മന്ത്രങ്ങളും ദിക്റുകളും ദുആകളും മാത്രമാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, അന്ധവിശ്വാസങ്ങൾ വേറെ, യഥാർത്ഥ വിശ്വാസങ്ങൾ വേറെ. വിശ്വാസത്തിൽ ളുൽമ് കലർന്നാൽ പിന്നെ നോമ്പെടുത്തിട്ടൊന്നും ഫലമില്ല, വെറുതെയാണത്. മല്ലം യദൽ ഖൗലസ്സൂരി വൽ അമല ബിഹി വൽ ജഹൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ നദാ തുആമഹു വശറാബഹു.
ചീത്തയായ വാക്കുകളും നോക്കുകളും പ്രവർത്തനങ്ങളും അവിവേകപൂർണമായ കാര്യങ്ങളും ഒരാൾ ഒഴിവാക്കാൻ തയ്യാറില്ലെങ്കിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല, കേവലം പട്ടിണിയായി മാറുന്നു ആ നോമ്പ്. അതുകൊണ്ട് നോമ്പിനെ സ്വീകരിക്കുന്നതിന്റെ മുമ്പ് ഓരോരുത്തരും ആലോചിക്കണം, എനിക്ക് തൗഹീദ് മനസ്സിലായിട്ടുണ്ടോ, എന്നിൽ ശിർക്ക് വല്ലതും കലരുന്നുണ്ടോ, ശിർക്കിന്റെ വല്ല ലാഞ്ചനയും ഉണ്ടോ? അത് ഏറ്റവും ഗുരുതരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇസ്ലാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെയാണ് ഹജ്ജിന്റെ കർമ്മങ്ങളെ വരെ മഹാന്മാരായ ആളുകളുടെ ഖബറിൽ നടക്കുന്ന ദർഗകളിലെ ഉറൂസുകളോട്, ആണ്ട് നേർച്ചകളോടൊക്കെ ഉപമിക്കുന്ന പുരോഹിതന്മാരുള്ള കാലത്താ സുഹൃത്തുക്കളെ നമ്മൾ ജീവിക്കുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര ഉറൂസാണെന്നും വേൾഡ് ആണ്ട് നേർച്ചയാണെന്നുമൊക്കെ എഴുതിവിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അത്തരത്തിലുള്ള ആളുകളുടെ ഹജ്ജ് കൊണ്ടെന്താ കാര്യം? അവരുടെ ഉംറ കൊണ്ടെന്താ കാര്യം? അവരുടെ നോമ്പ് കൊണ്ടെന്താ കാര്യം? അവരുടെ നമസ്കാരം കൊണ്ടെന്താ കാര്യം? മഹാന്മാരായ പ്രവാചകന്മാരോട് മുഴുവനും അല്ല പറഞ്ഞതെന്താണ്? ശിർക്ക് നിങ്ങളുടെ പ്രവൃത്തിയിൽ വന്നു ചേർന്നാൽ നിന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോവുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാന്മാരായ പ്രവാചകന്മാരോട് പോലും പറഞ്ഞത്. പ്രവാചകന്മാര് ശിർക്ക് ചെയ്യൂല എന്ന് ഉറപ്പാ. പിന്നെ പ്രവാചകന്മാരോട് വരെ ഇങ്ങനെ അള്ള താക്കീര് ചെയ്തത് എന്തിനാ? എത്ര വലിയ മഹാന്മാരിൽ നിന്ന് സംഭവിച്ചാലും ശിർക്ക് വന്നാ പിന്നെ അമല് പൊളിയും. അതുകൊണ്ട് നോമ്പുകാരൻ നോമ്പിന് വേണ്ട മുന്നൊരുക്കങ്ങൾ എടുക്കുമ്പോൾ തന്റെ അഖീദ ശരിയാണോ, ഞാൻ അള്ള പറഞ്ഞതുപോലെ വിനയമുള്ളവനാണോ, എന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കറക്റ്റ് ആണോ, എന്റെ മുഹമ്മദുർ റസൂലുള്ള കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ഈമാനിന്റെ പ്രധാന ഭാഗമാണ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ പറയുന്നത്? അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് അതുണ്ടെങ്കിലേ നമ്മുടെ നോമ്പ് ശരിയാവുകയുള്ളൂ. എന്താണ് പറയുന്നത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. റസൂലുള്ളാഹിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത് മാത്രം വിശ്വസിക്കുക. അള്ളാഹിന്റെ റസൂല് അള്ളാഹിനെ പോലെ കേൾക്കും, കാണും. നബിതങ്ങൾ നമ്മുടെയൊക്കെ കൂടെയുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ ആളുകൾ പറയുന്നത് അള്ളാഹിന്റെ റസൂലിനെ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കല്ലേ, റസൂലുള്ളാഹിനെ ഇടയ്ക്ക് കാണുക, റസൂലുള്ളാഹിയുമായി ഇടയ്ക്ക് സംഭാഷണം നടത്തുക, റസൂലുള്ള ഇടയ്ക്ക് അവരെ വീട്ടിൽ വരിക, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുക, വാ കുണ്ടൂര എന്ന് പറഞ്ഞിട്ട് കുണ്ടൂര ഔലിയ പാപ്പാനെ വിളിക്കുക, ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞിട്ട് മദീനത്ത് നിന്ന് ഇങ്ങനെ നബിതങ്ങൾ ഇങ്ങനെ ഖബറെന്ന് വിളിക്കുക. ഇങ്ങനെ എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ് പ്രിയമുള്ളവരെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിശ്വസിക്കുന്നത്. നബിതങ്ങൾ നമ്മുടെ കൂടെയുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രഖ്യാപനം. അതാണ് അള്ളാന്റെ റസൂല് എല്ലാവരുടെ കൂടെയുണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്നാണ്. നമുക്ക് കാണാൻ കഴിയില്ല. കറാമത്തിന്റെ കണ്ണുള്ളവർക്ക് നബിതങ്ങളെ കാണുകയും ചെയ്യാം. ഏതുപോലെ മലക്കുകൾ ഇപ്പൊ ഈ സദസ്സിലൊക്കെ ഉണ്ടല്ലോ, പക്ഷെ നമുക്ക് കാണാൻ കഴിയൂല. ഇതുപോലെ അള്ളാന്റെ റസൂലും ഇവിടെയൊക്കെ വന്നിരിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയൂല. കറാമത്തിന്റെ കണ്ണുള്ളവര് കാണും. ആരാ കറാമത്തുള്ളവര്? നിസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത, പല രൂപത്തിലുള്ള നമ്മുടെ നാട്ടിലെ ഔലിയാക്കന്മാരാന്ന് പറയുന്നവരൊക്കെ ഇടക്കിടക്ക് അള്ളാന്റെ റസൂൽ ഇങ്ങനെ കാണുന്നു, നബിതങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്നു, അള്ളാന്റെ റസൂൽ അവരെ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇത്തരം പഴച്ച അന്ധവിശ്വാസങ്ങൾ ഒരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്നവർക്ക് ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോകുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയും, അള്ളാന്റെ റസൂലാണ് എന്ന് പറയും. സഹോദര, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാ പോരാ, ആ റസൂലിനെ സമ്പൂർണ്ണ റസൂലായി കൊണ്ട് മുഴുവനായും അംഗീകരിക്കണം. എത്രത്തോളം അംഗീകരിക്കണം? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖദൈത വയുസല്ലിമൂ തസ്ലീമാ. നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, അവർ വിശ്വാസികളാവുകയില്ല നിന്നെ അവർ വിധികർത്താവാക്കുവോളം. അവർക്കിടയിൽ തർക്കമുള്ള മുഴുവൻ വിഷയങ്ങളിലും, നമുക്കിടയിൽ എന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ആ വിഷയത്തിൽ എന്താണോ പറഞ്ഞത്, ആ തീരുമാനം ഇങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുമ്മലാ യജിദൂ ഫീ അൻഫുസിഹിം, പിന്നീട് അവരുടെ മനസ്സുകളിൽ തോന്നാൻ പാടില്ല ഹറജം മിമ്മാ ഖദൈത, നീ വിധിച്ച വിധിയോട് ഒരു വിഷമവും തോന്നാൻ പാടില്ല.
വയുസല്ലിമൂ തസ്ലീമാ. 100% ആ വിധിയെ അംഗീകരിക്കണം, അവനെ മുഅ്മിനാവുകയുള്ളൂ. ഇത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ലോകമാണിത്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയും, എന്നിട്ട് ആ റസൂലുള്ളാഹിനെ അംഗീകരിക്കുകയില്ല. ഇതിന്ന് വർദ്ധിച്ചു വരികയാണ്. അള്ളാന്റെ റസൂലിന്റെ തീരുമാനങ്ങളെ കളിയാക്കുക. നബിതങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനോടൊരു പുച്ഛം. ഇപ്പൊ എല്ലാ ആളുകൾക്കും ഇന്നിപ്പോ വളരെ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. സുന്നത്തുകൾ അനുഷ്ഠിച്ച് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അവനെ ചില പ്രത്യേക പദപ്രയോഗങ്ങൾ കൊണ്ട് കളിയാക്കുക. ഒന്ന് കാണുന്നില്ലേ? അള്ളാന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലും അധ്യാപനങ്ങളിലും കണ്ടതുപോലെ, ഒരു മനുഷ്യൻ ഇന്ന് ജീവിക്കാൻ തയ്യാറായാൽ സമൂഹം അവനെ വിടൂല. സമൂഹം അവന് ചില പേര് കൊടുക്കും. ഒന്ന് തീവ്രവാദി, മറ്റൊന്ന് ഭീകരവാദി, വേറൊന്ന് അനുഷ്ഠാന തീവ്രവാദക്കാരൻ, അനുഷ്ഠാന തീവ്രത, വേറെ 4ാമത്തെ ഒരു പേരും കൂടി ഉണ്ട്, ലേറ്റസ്റ്റ്, അക്ഷരപൂജകൻ. അതായത് ഹദീസിലും ആയത്തിലൊക്കെ കണ്ടത് അപ്പടി അങ്ങ് പ്രവർത്തിക്കുന്ന പൊട്ടന്മാര്. ഇസ്ലാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നെരിയാണിക്ക് താഴെ വസ്ത്രം ആക്കരുതെന്നൊക്കെ ഇസ്ലാം പറഞ്ഞത് അതൊന്നും അഹങ്കാരത്തോടു കൂടിയൊന്നും ആവരുത് എന്നതല്ലാതെ അതൊന്നും വലിയൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുക. അതേ അവസരത്തിൽ ഒരാള് നെരിയാണിക്ക് മീതെ കൃത്യമായി വസ്ത്രം എടുക്കുകയാണോ എന്നാ പറയും, കണ്ടോ അനുഷ്ഠാന തീവ്രവാദി, അനുഷ്ഠാന തീവ്രതക്കാരൻ, കണ്ടോ അക്ഷരപൂജകൻ. ഹദീസിൽ പറഞ്ഞ അക്ഷരത്തെയാണ് അവൻ പൂജിക്കുന്നത്, അവൻ അതിന്റെ പിന്നിലുള്ള അർത്ഥവും യുക്തിയും ഒന്നും തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിൽ പുലർത്തിപ്പോരുന്ന ചെറുപ്പക്കാരെ നോക്കിയിട്ട് തീവ്രവാദിയാണ്, അമിതവാദിയാണ്, അതുപോലെ തന്നെ അനുഷ്ഠാന തീവ്രതയുള്ളവനാണ്, അക്ഷരപൂജകനാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയാണ് ചില ആളുകൾ. അവരാണ് പണ്ട് എഴുതി വിട്ടത് എന്ത്? ചെറുപ്പക്കാര് നെരിയാണിക്ക് താഴെ തുണി പോകാതെ സൂക്ഷിക്കും. എല്ലാവരും ഒരു സൂക്ഷിക്കുന്നില്ലേ? ഞാനും നിങ്ങളൊക്കെ സൂക്ഷിക്കണ്ടേ പ്രിയമുള്ളവരെ? അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഡ്രസ്സ് നെരിയാണിക്ക് താഴെ തൂങ്ങാൻ പാടില്ല. അറിയാതെയൊക്കെ സംഭവിക്കാം, ആർക്കും സംഭവിക്കാം. അറിയാതെ സംഭവിക്കുന്നത് നമ്മൾ തെറ്റുകാരല്ല. മനഃപൂർവ്വം നമ്മുടെ വസ്ത്രം, അത് പാൻസ് ആയാലും തുണിയായാലും നെരിയാണിക്ക് താഴെ തൂങ്ങരുത്. അപ്പൊ ചില ആളുകൾ ഇടയ്ക്കൊരു പഞ്ചായത്ത് പറയാ, അതെന്താ അങ്ങനെ തൂങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല, കിബിറില്ലാതിരുന്നാ മതി. എടോ സഹോദരാ, ഒന്ന് ആലോചിച്ചു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? കിബിറുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷയും കൂടിയായി. കിബിറോട് കൂടിയാണ് ഉടുമുണ്ട് താഴ്ത്തിയെടുത്തതെങ്കിൽ കിബിറിന്റെ ശിക്ഷയും കൂടി കിട്ടി എന്നതല്ലാതെ നെരിയാണിക്ക് താഴെ വസ്ത്രം തൂങ്ങുന്നത് തന്നെ കിബിറാണ് എന്നാ ഇസ്ലാം പഠിപ്പിച്ചത്. ഇന്ന മിനൽ മഖീലത്തി, കിബിറിൽപ്പെട്ടതാണ്, കിബിറിന്റെ ലക്ഷണമാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം ഉടുക്കൽ. അതുകൊണ്ട് അത് അഹങ്കാരം തന്നെയാണ്. അഹങ്കാരം ഉണ്ട് എന്ന് എഴുതി ഒട്ടിക്കൊന്നും വേണ്ട. പക്ഷെ അത് വളരെ കൃത്യമായി അത് പാലിക്കുന്ന ചെറുപ്പക്കാരെ നോക്കിയിട്ട് ചിലര് പറയണത് കണ്ടോ, അനുഷ്ഠാന തീവ്രത പുലർത്തുന്ന ചെറുപ്പക്കാരൻ, ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് നടക്കാൻ വയ്യാൻ. ചില ആൾക്കാർ പറയുന്നു ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരാണ് ഇപ്പൊ കുഴപ്പക്കാര്. എന്ത്? ഒരു താടി ഇങ്ങനെ വീട്ടും, വെട്ടി ഒതുക്കാത്ത താടി, മുട്ടോളം ഇറങ്ങുന്ന തുണി. ഒരു കൂട്ടരുടെ പ്രയോഗം അങ്ങനെ. വേറൊരു കൂട്ടർ പ്രയോഗിച്ചതോ മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ടും. നോക്കണം നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരാചാരം ചെറുപ്പക്കാര് കണിശമായി ജീവിതത്തിൽ ചെയ്യുന്നു എന്നതിന്റെ പേരിൽ ഒരു വിഭാഗം അവരുടെ വാരികയിൽ എഴുതിവിടുന്ന പരിഹാസ പദപ്രയോഗങ്ങളാണ് ഈ പറയുന്നത്. എന്ത്? മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട്. ഇങ്ങനെ പാൻസ് ഉടുക്കുന്നവരെ കുറ്റി പറയണേ, മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട്, അല്ലെ ബർമുഡ പാന്റ്, മൊല്ല പാന്റ് എന്നൊക്കെ പറഞ്ഞ് പല പേരുകൾ. വേറെയോ ഒരു കാലത്തും ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും. അടുത്ത വരി, ഒരു കാലത്തും ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും. അപ്പൊ താടി വളർത്ത, വെട്ടിയൊതുക്കാത്ത താടി, ഭീകരവാദി. എന്താ ഇതിന്റെ ഒരു കോലം? സഹോദരങ്ങളെ, ഇങ്ങനെ പരിഹസിച്ചാൽ എവിടെയാണ് എത്തുക? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാനും നിങ്ങളും ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതും പരിഹസിക്കുന്നതും ഹുക്മ് രണ്ടാണ് കേട്ടോ. വളരെ ഗൗരവമാണ് ഇനി പറയാൻ പോകുന്ന കാര്യം. വിഷയം രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം. ഉദാഹരണം പറയാ, എല്ലാവർക്കും സമ്മതമുള്ള ഒരു ഉദാഹരണം പറയാ. ളുഹറിന്റെ മുമ്പ് 2 റക്അത്തോ അല്ലെങ്കിൽ 4 റക്അത്തോ സുന്നത്ത് നിസ്കാരം ഉണ്ട്. ളുഹറിന്റെ മുമ്പ് ഒരാളത് നിസ്കരിച്ചില്ല ഒരു ദിവസം. എന്തേ? ഒന്നുമില്ല, അയാളത് നിസ്കരിച്ചില്ല. എന്നാൽ അയാൾക്ക് തെറ്റുകാരനാവുമോ? തെറ്റുകാരനാവൂല. അയാൾക്ക് ആ നിസ്കാരത്തിന്റെ കൂലി കിട്ടിയില്ല, അയാൾക്ക് ആ പുണ്യം നഷ്ടപ്പെട്ടു.
അതേ അവസരത്തിൽ അയാൾ നിസ്കരിച്ചതുമില്ല. ഒരാളിങ്ങനെ ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് വളരെ കണിശമായിട്ട് എന്നും നിസ്കരിക്കുന്നത് കാണുന്നുണ്ട്. അയാളോട് പോയിട്ട് പറഞ്ഞു, എന്താ ഒരു പുതിയ നിസ്കാരം, അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്താ അതിങ്ങനെ നിസ്കരിച്ചുകൊണ്ട് നടക്കൽ തന്നെ പണി എന്ന് പറഞ്ഞതിനെ ചോദ്യം ചെയ്ത് പരിഹസിച്ച് അതിനെ നിഷേധിച്ചാൽ വിധി മാറി കാഫിറായി പോകും, കാഫിറായി പോകും. നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത്, നബി തങ്ങളുടെ കാലത്ത് പരിഹാസത്തിന്റെ ഗൗരവ പറയുന്നത്. അള്ളാന്റെ റസൂല് സ്വഹാബിമാരൊക്കെ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടുന്ന നേരത്ത് സ്വഹാബിമാരെ കുറിച്ച് മുനാഫിക്കീങ്ങളൊരു പരിഹാസം. എന്താ പരിഹസിച്ചെന്നറിയോ? ഈ നബിയും സഹാബിമാരെയും കുറിച്ച് അവരടക്കം പറയണം, ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീരുക്കളാ, ഭക്ഷണത്തോട് ഭയങ്കര താല്പര്യമാണ്, ശത്രുക്കളെ കണ്ടാ ഓടുകയും ചെയ്യും എന്നിങ്ങനെ ഒരു വാക്ക് ഇങ്ങനെ മുനാഫിക്കീങ്ങൾ അള്ളാന്റെ റസൂലിനെയും സഹാബത്തിനെയും കുറിച്ച് പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് ആയത്തിറങ്ങുകയാണ് ചെയ്യുന്നത്. അവരോട് നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ, സഹാബിമാരെ കുറിച്ച് എന്നെ കുറിച്ച് പറഞ്ഞോ? അപ്പൊ അവര് പറഞ്ഞു, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ തമാശ പറഞ്ഞതാണ് നബിയേ. നമ്മൾ ഇന്നും അങ്ങനെയാ, താടിനെ കളിയാക്കും. ഇവര് പറയും, ഞാൻ അത്ര ഗൗരവത്തിന് പറഞ്ഞോന്നല്ല, തമാശയാക്കിയതാണ്, അത്ര സീരിയസ് ആയിട്ട് പറഞ്ഞോന്നല്ല. എന്നാൽ ഇസ്ലാം ദീനിന്റെ ഒരു കാര്യത്തെ കളിയായി കൊണ്ടുപോലും പരിഹസിക്കാൻ പാടില്ല, തമാശയായിട്ട് പോലും പരിഹസിക്കാൻ പാടില്ല. നബിതങ്ങൾ ഈ കാര്യത്തെ അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ തമാശ പറഞ്ഞതാണ്. ഉടനെ അള്ളാന്റെ റസൂലിനോട് ചോദിക്കാൻ പറയാണ്, അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അള്ളാനെയാണോ നിങ്ങൾക്ക് പരിഹസിക്കാൻ കിട്ടിയത്? അള്ളാന്റെ ആയത്തുകളെയാണോ പരിഹസിക്കാൻ കിട്ടിയത്? അവന്റെ റസൂലിനെയാണോ പരിഹസിക്കാൻ കിട്ടിയത്? അതുകൊണ്ട് ഞങ്ങൾ തമാശ പറഞ്ഞതാണ്, വെറുതെ പറഞ്ഞതാണ് എന്നൊന്നും നിങ്ങൾ വെറുതെ വിശദീകരിക്കേണ്ടതില്ല. ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനിക്കും, ലാ തഅ്തദിറൂ, നിങ്ങൾ ഒരു ഒഴികഴിവും ഇനി പറയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവസ്ഥക്ക് ശേഷം നിങ്ങൾ കാഫിറായി പോയി, കുഫറായി പോയി എന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ താടിയെ പരിഹസിച്ചാൽ, നിര്യാണിക്ക് താഴെ വസ്ത്രമുടുക്കുന്നതിൽ നിന്നും ശ്രദ്ധ തെറ്റിയിട്ട് നിര്യാണിക്ക് മുകളിലേക്ക് കൃത്യമായി വസ്ത്രം കയറ്റി ഉടുക്കുന്നവനെ പരിഹസിച്ചാൽ എന്താകും? കാഫിറായി പോകും. ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് വേറെ. ഒരാൾ താടി വടിക്കുന്നു, അയാൾക്ക് ആ ഹറാം, അയാൾക്ക് ആ ശിക്ഷ കിട്ടുക. അതേ അവസരത്തിൽ അയാൾ വടിക്കും ചെയ്യുന്നു, വെക്കുന്നവനെ പരിഹസിക്കും ചെയ്താലോ കാഫിറായി പോകും. രണ്ടും വിധി രണ്ടാണ്. ശരിക്കും മനസ്സിലാക്കണം. പരിഹസിക്കരുത്, നിഷേധിക്കരുത്. ഒരു കാര്യം അയാൾ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് ആ ചെയ്തില്ല എന്നതിന്റെ ശിക്ഷയുണ്ടാവും. പരിഹസിച്ചാലോ, പരിഹസിച്ചാൽ കുഫറായി പോകും. ചില ആൾക്കാർ പറയണ്, മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഇപ്പോ നമ്മളെ MSMലൊക്കെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ഒക്കെ കുട്ടികൾ പ്രമാണങ്ങൾ കേട്ട് പഠിച്ചു മനസ്സിലാക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നപ്പോ ചിലര് പറയാണ്, എന്തൊരു ഗുലുവാണിത്, തീവ്രത തീവ്രത തീവ്രത, എന്താ മുഖത്തേക്ക് നോക്കാൻ വയ്യ, അങ്ങടെ ചപ്പറ താടിയും ഈ രൂപത്തിലുള്ള പാൻറ്റും ഒക്കെ ഉണ്ട്, നടന്നാൽ ശരിയാവോ? ഒന്ന് ആലോചിച്ചു നോക്കണം സഹോദരന്മാരെ. അത്തരത്തിലുള്ള ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുക. അവര് ശല്യക്കാരല്ല, അവര് കുഴപ്പക്കാരല്ല, അവർ അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനം ഞാൻ നടത്തുന്നുവെങ്കിൽ എനിക്ക് നബി തങ്ങൾ പഠിപ്പിച്ച ഒരാശയത്തോടും മനസ്സിൽ വിമിഷ്ടമുണ്ടായിക്കൂടാ. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും സത്യമാണ്, അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും യാഥാർത്ഥ്യമാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, റസൂല് നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതൊക്കെ സ്വീകരിക്കണം. ഒരു വെറുപ്പും ഉണ്ടാകാൻ പാടില്ല, ഒരു വിഷമവും നമുക്ക് തോന്നാൻ പാടില്ല. ഇപ്പൊ ചില സ്ത്രീകൾ പറയാറുണ്ട്, ഞാനൊരു ഉദാഹരണം പറയാം. ചില സ്ത്രീകൾ ചിലപ്പോൾ പറയും, ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ തരക്കെടില്ല, പക്ഷെ ഈ ഒന്നിലധികം വിവാഹം കഴിക്കാന്ന് പറയുന്ന നിയമത്തോട് എനിക്ക് യോജിപ്പില്ല. പറയാൻ പാടില്ല, പറയാൻ പാടില്ല. ഇസ്ലാം അങ്ങനെ എല്ലാവർക്കും പെണ്ണിട്ടണമെന്ന് നിയമം വെച്ചിട്ടൊന്നുമില്ല. അനിവാര്യ സന്ദർഭങ്ങളിൽ ഒരാൾക്ക് കഴിയുമോ അയാൾ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചോട്ടെ. പക്ഷേ ഇസ്ലാമിൽ അംഗീകൃതമായ ഒരു നിയമത്തെ ഒരു കാരണവശാലും ഒരു മുസ്ലിം സഹോദരനോ സഹോദരിയോ ചോദ്യം ചെയ്തുകൂടാ. അപ്പറഞ്ഞതൊക്കെ സംഗതിയൊക്കെ ശരി തന്നെയാണെങ്കിലും എനിക്കതാണ് ഉൾക്കൊള്ളാൻ പറ്റൂല. മുഅ്മിനാവോ? മുഅ്മിനാവോ? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം.
അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള നിയമം ഒരാൾക്ക് വ്യക്തമായി കഴിഞ്ഞാൽ, ഒരു മുഅ്മിനായ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, പടച്ച റബ്ബിന്റെ തീരുമാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചൊന്നുകൂടി ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ, എന്നിട്ട് വിധി പറയാം എന്ന് വെക്കാൻ പറ്റൂല. വളരെ കണിശമാണ്, വളരെ കണിശമാണ്. ഒരൊറ്റ ഹദീസിനെയും നിഷേധിക്കരുത്. നേരത്തെ എന്റെ സഹോദരൻ സ്വലാഹി വിശദീകരിച്ചത് നിങ്ങൾ കേട്ടു കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് പറഞ്ഞാ പോരാ, അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവൻ അങ്ങ് സ്വീകരിക്കണം. ഇന്ന് ചില ചങ്ങാതിമാർ അങ്ങനെയല്ല, ഹദീസൊക്കെ ഒന്ന് നോക്കും, അവന്റെ ബുദ്ധിയിലൊന്നിട്ട് അളക്കും. ബുഖാരിയിലെ ഹദീസാണെങ്കിലും മുസ്ലിമിലെ ഹദീസാണെങ്കിലും ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്നാണ്. ആരാണടോ ഈ ഞാൻ? എന്തൊരു അഹങ്കാരമാണിത്! അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് ബുദ്ധിക്ക് യോജിക്കുമോ ഖുർആനിന് യോജിക്കുമോ എന്നൊക്കെ ഞാൻ പരിശോധിക്കണം പോലും. ആരായി ഞാൻ? എന്നിട്ട് പല ന്യായങ്ങളും പറയാ. ഖുർആന് വിരുദ്ധമായ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കാൻ പറ്റുമോ? ഖുർആന് വിരുദ്ധമായ ഒരു സ്വഹീഹായ ഹദീസ് ഉണ്ടാവുമോ? എന്നിട്ട് ഒരുത്തൻ അവന്റെ മാസികയിൽ എഴുതുകയാണ്, പൊട്ടത്തരം കേട്ടോളി. ഒരാളൊരു ഉദാഹരണം പറയാ, ഒരു സുല്ലമിയ, അയാളൊരു ഉദാഹരണത്തിലൂടെ പറയാണ്. ഇപ്പൊ ഉദാഹരണമായി നമ്മൾ സങ്കല്പിക്കുക, എന്ത്, ഈമാൻ കാര്യം 7 എന്നൊരു ഹദീസ് ഉണ്ട് എന്ന് വെക്കുക. ഈമാൻ കാര്യം 7 എന്നൊരു ഹദീസ് ഉണ്ട് എന്ന് വെക്കുക, നമ്മൾ സ്വീകരിക്കുവോ? അങ്ങനെ ഉണ്ടാകുവോ? പൊട്ട, അങ്ങനെ ഉണ്ടാവില്ല. അള്ളാന്റെ റസൂല് പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായ ഒരു സ്വഹീഹായ ഹദീസ് പറയൂല. ഈ പറയുന്ന ആളുകൾ പറയുന്നത് കേട്ടാൽ എന്താ തോന്നുന്നറിയോ? ഇത് രണ്ടും രണ്ട് അതോറിറ്റിയാണാ. ഖുർആനിലെ ആയത്തുകളൊക്കെ ഇറക്കുന്നത് ഒരു സ്ഥലത്തുനിന്ന്, ഹദീസിലെ നിയമങ്ങളൊക്കെ പറയുന്നത് വേറെ അതോറിറ്റി. അപ്പൊ പിന്നെ രണ്ടും പരസ്പര വൈരുദ്ധ്യം ഉണ്ടാവുമല്ലോ. ഖുർആനിന് എതിരായ ഹദീസോ ഉണ്ടാവില്ല. പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായ സ്വഹീഹായ ഒരൊറ്റ ഹദീസ് ഉണ്ടാവില്ല. ഉറപ്പാണ്. ഇനി അതിനാരും സങ്കല്പിച്ചോളൂ, ഇങ്ങനെ സങ്കല്പിക്ക എന്നൊന്നും പറഞ്ഞു വരരുത്. അള്ളാന്റെ പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായ ഒരൊറ്റ സ്വഹീഹായ ഹദീസും ഉണ്ടാവില്ല. കാരണം എന്താ? ഇത് രണ്ടും ഒരേ അതോറിറ്റി എന്നാ വരുന്നത്. പരിശുദ്ധ ഖുർആൻ പോലെ തന്നെ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള വഹിയാണ്. അതെ, എനിക്ക് പരിശുദ്ധ ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു. വമിസ്ലഹു മഅഹു, അതിന്റെ കൂടെ അത്ര തന്നെയും നൽകപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് വേറെയും നൽകപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുർആൻ മാത്രമല്ല വഹി, ഹദീസുകളും ആരെടുത്തുന്നുള്ളതാ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ദൂ മിർറത്തിൻ ഫസ്തവാ. സൂറത്തുൻ നജ്മിന്റെ ആദ്യ ഭാഗം അല്ലാഹു തആല പറയാണ്, വമാ യൻതിഖു അനിൽ ഹവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കാറില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അവിടുത്തേക്ക് വഹി നൽകപ്പെടുന്ന കാര്യങ്ങളല്ലാതെ അവിടുന്ന് സംസാരിക്കൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതും അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. അള്ളാഹ് പറഞ്ഞ ഖുർആനിലെ ആയത്തിന് വിരുദ്ധമായ ഒരു ഹദീസ് അള്ളാഹ് പറയൂല. അതുകൊണ്ട് ഖുർആനിന് വിരുദ്ധമാണ് ആ ഹദീസ്. അത് ബുഖാരിയിലാണെങ്കിലും ഞാൻ തട്ടുന്നു. ഒരു ചങ്ങാതി പറയുന്നു, ഒരു ചാരനുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളാന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരൊറ്റ മുജാഹിദുകളും പതറിപ്പോകരുത്. നമ്മൾ മനസ്സിലാക്കണം. സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മുജാഹിദുകളായ ആളുകളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി മുജാഹിദുകളുടെ അടുക്കളയിലേക്ക് നോക്കിയിട്ട് ചില പത്രക്കാര് മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഖുറാഫികളും അതുപോലെ തന്നെ ചാരക്കമ്പനിയും ഇവരെല്ലാം കൂടെ ചേർന്നിട്ടൊരു മുക്കൂട്ട് മുന്നണി, ഒരു മാധ്യമ മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയിട്ട് ദിവസം പത്രത്തിൽ മുജാഹിദിനെ ഇങ്ങനെ മേക്കെട്ട് കയറുക, മുജാഹിദീങ്ങളെ മേക്കെട്ട് കയറുക. എന്താ പറയുന്നത്? മുജാഹിദുകൾ എന്ന് പറഞ്ഞാല് അവരിങ്ങനെ ഖുർആനിന് വിരുദ്ധമായ ഹദീസ് സ്വീകരിക്കുന്നവരാണ്. എവിടെയാ ചങ്ങാതി ഖുർആനിന് വിരുദ്ധം ബുഖാരിയിലുള്ളത്? ബുഖാരി എന്ന് പറയാൻ ഉച്ചരിക്കാൻ പോലും കഴിയാത്തവനാ പറയുന്നത് ബുഖാരിയിൽ ഖുർആനിന് വിരുദ്ധമുണ്ട്. മനസ്സിലാക്കണം, നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ നാടിന്റെ പേരിലേക്ക് ചേർത്തുകൊണ്ടാ ബുഖാരി എന്നറിയപ്പെടുന്നത്. ബുഖാറയിലേക്ക് ചേർത്തുകൊണ്ട് പറയുന്ന ബുഖാരി അതുപോലും ഉച്ചരിക്കാൻ അറിയാത്ത വിവരം കെട്ടവനാ പറയുന്നത് ബുഖാരിയിൽ ഖുർആനിന് വിരുദ്ധമായ ഒട്ടേറെ ഹദീസുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തട്ടിക്കളയും. എന്നിട്ട് ആ മുക്കൂട്ട് മുന്നണിയുടെ ലേഖനങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മാധ്യമക്കാരൻ കൊടുക്കുക. എന്നിട്ട് പറയാ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത് തകരാൻ പോണു, ഇതേ ഒലിച്ചിറങ്ങാൻ പോണു, തമ്മിലടിച്ച് പിളരാൻ പോകുന്നു, നവോത്ഥാനത്തിൽ നിന്ന് നവയാഥാസ്ഥികതയിലേക്ക് കൂപ്പുകുത്തുന്നു. എന്ത് മുജാഹിദ് പ്രസ്ഥാനം? എന്താ നമ്മുടെ പേരിൽ അങ്ങനെ പറയാൻ കാരണം? പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നു. നബിതങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ നേതാക്കളും നമ്മുടെ പണ്ഡിതന്മാരും ജീവിക്കുന്നു.
പരിശുദ്ധ ഖുർആനും ഹദീസും ഒരുപോലെ അവർ സ്വീകരിച്ച് ആചരിക്കുന്നു. മഹാന്മാരായ മുൻഗാമികളായ സച്ചരിതരായ സലഫുസ് സാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഖുർആനിനെയും ഹദീസിനെയും ആ മൻഹജിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ വകയായിട്ട് ഹദീസുകളെ നമ്മൾ തള്ളിക്കളയുന്നില്ല, തട്ടിക്കളയുന്നില്ല. ആ രീതിയിൽ ജീവിക്കുന്ന മുജാഹിദുകളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം ലേഖനങ്ങൾ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കോളിൻ, ഇതുകൊണ്ടൊന്നും ഒരാളും പതറിപ്പോകരുത്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത് തീയിൽ മുളച്ച പ്രസ്ഥാനമാണ്. ഇത് ഇനി വെയിലത്ത് വാടൊന്നുമില്ല. എത്രയെത്ര എരിവേറ്റിമാര് വന്നുപോയി എന്നറിയങ്ങൾക്ക്, എത്രയെത്ര അബ്ദുള്ളമാര് വന്നുപോയി. ഇസ്ലാമിക ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്ക്. മുസ്ലിം സമൂഹത്തെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ചാരനായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു അബ്ദുള്ളയുണ്ടായിരുന്നു. അവന്റെ പേരും അബ്ദുള്ളാതായിരുന്നു. പക്ഷെ അബ്ദുല്ലാഹിബ്നു സബ ആണ്, ജൂതൻ. ഒരു ജൂതൻ വേഷം മാറിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവനാണ് ഷിയായിസത്തിന്റെ ശില്പി, അവനാണ്. അങ്ങനെ ഷിയായിസം ഉണ്ടാക്കി, അങ്ങനെ ചാരപ്പണികളെടുത്ത് സ്വഹാബത്തിനെ തമ്മിലടിപ്പിച്ചു ആ അബ്ദുള്ള എന്ന ചാരൻ. അത്തരത്തിലുള്ള പേരുള്ള ചാരന്മാര് ഇംഗ്ലീഷിലെ 3 അക്ഷരങ്ങൾ തലക്ക് ചേർത്തുകൊണ്ട് ഇനിയും രംഗത്തുണ്ടാകും. പല രൂപത്തിലുള്ള ആളുകളും ഉണ്ടാകും. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പലതുമുണ്ട് എന്ന് വരുത്തി തീർത്ത് നമ്മുടെ ഒരേ രൂപത്തിൽ ജീവിക്കുന്ന പ്രബോധകന്മാരെയും പ്രഭാഷകന്മാരെയും പണ്ഡിതന്മാരെയും അവര് ശിർക്കിലേക്ക് വിളിക്കുന്നു, അന്ധവിശ്വാസത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ശരിക്കും മനസ്സിലാക്കിക്കോളിൻ. അഹ്ലൻ റമളാൻ എന്ന് പറഞ്ഞിരുന്നാൽ പോരാ, പരിശുദ്ധ റമളാൻ വരുന്നതിന്റെ മുമ്പേ മനസ്സൊന്ന് ക്ലിയർ ആക്കണം. അത്തരക്കാരൊക്കെ ആരാനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ടല്ല നോമ്പിനെ സ്വീകരിക്കേണ്ടത്. പരിശുദ്ധമായ മാസമാ വരാൻ പോകുന്നത്. എന്തിനാ ഒരു കൂട്ടരെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനം നവോത്ഥാനത്തിൽ നിന്ന് നവയാഥാസ്ഥികതയിലേക്ക് എന്നാണ് ചില ആൾക്കാർ വലിയ ഒലക്കമൊക്കി ലേഖനം എഴുതുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മുജാഹിദ് പ്രസ്ഥാനം എവിടെയാ പണ്ട് പറഞ്ഞതിൽ നിന്ന് മാറിയത്? ഇതെല്ലാവരും പഠിച്ചോളിൻ. മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട അതിലേക്ക് അനുഭാവമുള്ള ആളുകളെ മനസ്സ് മടുപ്പിച്ച് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുവെങ്കിൽ, പ്രിയ സഹോദരന്മാരെ, ആ പകൽ സ്വപ്നം വെറുതെ അങ്ങ് നിർത്തിവെക്കലാണ് നല്ലത്. ഒരൊറ്റ മുജാഹിദിനും ഒരു പകർച്ച ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ? മുജാഹിദ് പ്രസ്ഥാനം ഏത് വിഷയത്തിലും അതിന്റെ പണ്ട് കാലത്തുള്ള പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞ് അന്നെ ഇപ്പോഴും പറയുന്നത്. ഖുർആനിലും ഹദീസിലും ഉള്ള നിയമങ്ങൾ പറഞ്ഞ പണ്ഡിത സംഘടനയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സംഘടനക്ക് അത് മാത്രമല്ല പേരുള്ളത്, അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഒരു വാലുണ്ട്. എന്താ? കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ, അതിലനുസരിച്ചുള്ള വിഷയങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അത് ജിന്നിന്റെ പ്രശ്നമാണെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർ പോണു ജിന്ന് പോണുണ്ടോ, അവൻ ജിന്നൂരിയാണ്, മറ്റോനാണ്, ഓരോരുത്തരെ പരിഹസിക്കുക. എന്താ സഹോദര? ജിന്ന്, സിഹിർ, മന്ത്രം, റുഖിയ ശർഇയ്യ എന്ന പേരിലുള്ള മന്ത്രം, ഇതൊക്കെ പ്രിയമുള്ളവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നാളിതുവരെയുള്ള ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. KM മൗലവിയുടെ ഫത്വ എന്ന പുസ്തകം എടുത്ത് പരിശോധിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിലെ യുവതക്കാരല്ലേ അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. KM മൗലവിയുടെ ഫത്വയിൽ ജിന്ന് ബാധിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ കരുതപ്പെടുന്ന ആളുകൾക്കുള്ള മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ജിന്ന് ശരീരത്തിൽ ബാധിക്കും എന്നത് പുതിയ വിശ്വാസമാണ് പോലും, ചില ചെറുപ്പക്കാരുടെ കുട്ടിമൊല്ലമാരുടെ വിശ്വാസമാണ് പോലും എന്ന് ഒരു എരിവേറ്റിക്കാരൻ എഴുതിവിട്ടാൽ സത്യം സത്യമല്ലാതാകുമോ? പ്രിയമുള്ളവരെ, ഒരിക്കലും അതിലൊന്നും ആരും വഞ്ചിതരാവും എന്ന് ഒരാളും സ്വപ്നം കാണേണ്ടതില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ KM മൗലവി തൊട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇന്നും നമുക്ക് കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അഭിവന്യരായ പണ്ഡിതന്മാർ, നേതാക്കൾ, ഓരോ വിഷയത്തിലും അവർ തീരുമാനം പറഞ്ഞിട്ടില്ലേ? ജിന്ന്, പിശാച്ച്, റുഖിയ ശർഇയ്യ എന്താണ് നമ്മുടെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള സമീപനങ്ങൾ എന്ന് മനുഷ്യരെഴുതിയതായതുകൊണ്ട് സ്ഖലിതങ്ങളൊക്കെ സംഭവിച്ചേക്കാമെങ്കിലും ആ പറഞ്ഞ ന്യായങ്ങളൊക്കെ ശരിയല്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളതൊക്കെ അതിൽ പറഞ്ഞിട്ടില്ലേ? ജിന്ന് മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കുമോ ഇല്ലേ? പ്രവേശിക്കും എന്നല്ലേ ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചത്? ഖുർആനിന്റെയും ഹദീസിന്റെയും തീരുമാനമാണത്. അത് ഇപ്പോഴുണ്ടായതല്ല, പണ്ടേ ഉള്ള തീരുമാനമാണ്. പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം എഴുതിയ മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയെടുത്ത് പരിശോധിച്ചു നോക്കൂ. സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യത്തിൽ പോലും ഉണ്ടായത് എന്താണ് എന്ന് ബുഖാരിയിൽ പറഞ്ഞത് അന്നും ഇന്നും മുജാഹിദ് പ്രസ്ഥാനം ഒരുപോലെ തന്നെയാണ് ജനങ്ങളോട് പറയുന്നത്. എന്നിട്ടും വെറുതെ അവിശ്വാസങ്ങൾ ഉണ്ടാക്കുക. ഇന്നൊരു ചങ്ങാതി പത്രത്തിൽ എഴുതി വിട്ടിരിക്കുന്നു. എന്താ എഴുതി വിട്ടത്? ഈ കൂട്ടുമുന്നണിയുടെ സ്വഭാവമാണ് കളവ് മാത്രം പ്രചരിപ്പിക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ എഴുതിയൊരു കളവ് നോക്കൂ.
എന്താ പറഞ്ഞത്? മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട ആൺപിശാചുക്കളുടെയും പെൺപിശാചുക്കളുടെയും ഉപദ്രവത്തിൽ നിന്ന് അഭയം തേടുന്നു എന്ന പ്രാർത്ഥനയിലെ ആൺപിശാചുക്കൾ പെൺപിശാചുക്കൾ എന്നതിന് ആൺകൊതുകുകൾ പെൺകൊതുകുകൾ എന്ന അർത്ഥകൽപ്പന നടത്തി പിശാചിനെ ഭൗതിക സൃഷ്ടിയായി പോലും വ്യാഖ്യാനിച്ചു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ പറയുന്ന ആരോപണമാണിത്. ഏതോ ഒരു സുല്ലമി അങ്ങനെ എഴുതിയെങ്കിൽ അതാണോ മുജാഹിദ് പ്രസ്ഥാനം? മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അതാ. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കുക, ഇത് വായിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ വേറൊരു കോലം കേട്ടോളൂ. എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ വഴിവിഴച്ച ചിന്താധാരക്ക് വലിയ മേൽക്കൈ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്ത് മേൽക്കൈ ലഭിച്ചു എന്നാ പറയുന്നത്? മുജാഹിദുകൾ ചോദിച്ചാൽ എല്ലാ മുജാഹിദീങ്ങളും ഇപ്പൊ എന്താ വിശ്വാസക്കാരാ? കേട്ടോ, സർവ്വ മുജാഹിദിന്റെയും വിശ്വാസം ഇയാൾ പറയാൻ പോകുകയാണ്, മാധ്യമക്കാരൻ പറയാൻ പോകുകയാണ്, സർവ്വ മുജാഹിദിന്റെയും വിശ്വാസം. എന്നിട്ട് നിങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കണം, നിങ്ങളൊക്കെ ആ വിശ്വാസക്കാരാണോ? എന്താ നിങ്ങളുടെയൊക്കെ വിശ്വാസം? ഒരു റൂമിൽ കസേര മാറ്റിയിടുമ്പോൾ, മേശവലി പടക്കുമ്പോൾ, വീട്ടിൽ നിന്ന് ചുടുവെള്ളം പുറത്തേക്കൊഴുക്കുമ്പോൾ, മരത്തിൽ നിന്ന് തേങ്ങയോ ചക്കയോ ഇടുമ്പോൾ നാം അക്കാര്യം ആദ്യം ജിന്നുകളോട് പറയണമത്രേ, സമ്മതം ചോദിക്കണമത്രേ. കണ്ടോ എന്താ സഹോദരങ്ങളെ ഈ പറയുന്നത്? ഇങ്ങനെ ഏത് മുജാഹിദാ വിശ്വസിക്കുന്നത്? നമ്മൾ ആരെങ്കിലും ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? എന്ത് ചുടുവെള്ളം ഒഴിക്കുമ്പോ അതുപോലെ തന്നെ തേങ്ങ ഇടുമ്പോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ജിന്നുകളോട് സമ്മതം ചോദിക്കണം. മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ച്, പണ്ഡിത സംഘടനയെ സംബന്ധിച്ച്, നേതാക്കളെ സംബന്ധിച്ച്, നമ്മുടെ പ്രഭാഷകരെ പറ്റി ഒക്കെ മോശമായ ഒരു ഇമേജ് സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി കളവുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നവോത്ഥാനത്തിൽ നിന്ന് നവയാഥാസ്ഥികതയിലേക്ക് നമ്മുടെ മുമ്പുള്ള വിശ്വാസങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഇപ്പൊ പുതിയ വിശ്വാസമാണ്. ജിന്നിന്റെ വിഷയത്തിലായാലും സിഹിറിന്റെ വിഷയത്തിലായാലും മന്ത്രത്തിന്റെ വിഷയത്തിലായാലും മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ പണ്ടെന്താണോ പറഞ്ഞത് അത് തന്നെയായി ഇപ്പോഴും പറയുന്നത്. അതിലപ്പുറം ഒന്നും മാറ്റം വന്നിട്ടില്ല. ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കാം, മലക്കുകളെ വിളിച്ച് സഹായം ചോദിക്കാം. മാധ്യമക്കാരൻ എഴുതുന്നത് കൊണ്ടോ അപകടത്തിൽ പെടുന്നവർക്ക് ജിന്നിനെ വിളിച്ച് സഹായം തേടാമത്രേ. കണ്ടോ, അപകടത്തിൽ പെടുന്നവർക്ക് ജിന്നിനെ വിളിച്ച് സഹായം തേടാമത്രേ. ഇന്നത്തെ പത്രത്തിലും അതേ മുക്കൂട്ട് മുന്നണിയുടെ ലേഖനത്തിൽ കണ്ടോ, ജിന്ന് പിശാചുക്കളോട് സഹായം തേടിയാൽ അത് ശിർക്കാകില്ലെന്ന് ഇതിനകം അവർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്നത്തെ ലേറ്റസ്റ്റ് നുണയാ, ദിവസേന നുണ എഴുതി വിടുക. ഇതാണോ സഹോദര മാധ്യമധർമ്മം? ഇതാണോ പത്രധർമ്മം? ഇതാണോ ഒരു സംഘടനയെ കുറിച്ച്, അതിന്റെ നേതാക്കളെ കുറിച്ച്, അതിന്റെ പണ്ഡിതന്മാരെ കുറിച്ച്? എന്നാൽ ഈ പറയുന്ന കക്ഷികൾക്കൊക്കെ ഇല്ലേ പണ്ഡിത സംഘടന എന്ന് പേരിലെങ്കിലും ഇവർക്ക് ഈ വിഷയത്തിലുള്ള ഒരു തീരുമാനം ഇന്ന് വരെ ധൈര്യസമേതം പുറത്തിറക്കാൻ സാധിച്ചിട്ടുണ്ടോ? ജിന്ന് വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? സിഹിർ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? കണ്ണേർ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? റുഖിയ ശർഇയ്യ അഥവാ മനുഷ്യന് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും വാരിതായിട്ടുള്ള ദുആ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് മന്ത്രിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ വിധി എന്താ? നിങ്ങളുടെ തീരുമാനം എന്താ? അത് പറയൂല. ഞങ്ങൾക്ക് പറയാനുള്ളത് പറയൂല, മറ്റോരിടത്ത് ഇല്ലാത്തത് പറഞ്ഞ് തമ്മിലടിപ്പിക്കുക. അതുകൊണ്ട് എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഒരാളും പതറിപ്പോകരുത്. ചില ആൾക്കാരുടെ ഇടയിൽ ഇപ്പൊ ഒരു സംസാരം ശത്രുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. അതെന്താ? മുജാഹിദ് പ്രസ്ഥാനമൊക്കെ പോയിന്നേ, അതൊക്കെ ആകെ തമ്മിലടിച്ചു, അതൊക്കെ തമ്മിലടിച്ച് പിരിഞ്ഞു, ഇനി എന്തിനാ അതിൽ നിൽക്കണ്, നിങ്ങൾ ഇങ്ങോട്ട് പോരീന്ന്. ഇതാണ് ലക്ഷ്യം, ഇതാണ് ലക്ഷ്യം. പണ്ടൊരു കഥ പറയാറുണ്ട്, ഒരാട് അകിട് നിറഞ്ഞ പാലും കൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ പിന്നാലെ ഒരു നായ വിചാരിച്ച് ഈ അകിട് ഇങ്ങനെ ആടിക്കളിച്ചിട്ട് ആടിങ്ങനെ പോണുണ്ടപ്പോ ഇപ്പൊ താഴ്ത്തിയാടും എടുത്തു കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് നായ ഈ ആടിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. ആടിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗാത്, ആടിന്റെ ശരീരത്തിൽ പാല് നിറഞ്ഞു തുടുത്ത ഒരു ഭാഗമാണിത്. അത് അതിന്റെ ഒരു പാർട്ടാണ്, അത് കൊഴിഞ്ഞു വീഴൂല. നായ ഈ മോഹവുമായിട്ട് ഇപ്പൊ കിട്ടുന്ന ആട്ടിന്റെ പിന്നാലെ നടന്ന് കാല് കഴയെന്നല്ലാതെ ഈ പ്രസ്ഥാനത്തിനൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഒരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല. പ്രിയമുള്ളവരെ, തങ്ങൾ മനസ്സിലായിക്കോളി.
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ന ആളെ ഒഴിവാക്കി നമ്മളെ പണ്ഡിതന്മാരാ, നമ്മുടെ നേതാക്കന്മാരാണ്, നമ്മുടെ പ്രഭാഷകന്മാരാണ്? ഏതെങ്കിലുമൊക്കെ സംഘടനാ രംഗത്ത് അവരുടെ വാചകങ്ങളിൽ വല്ല ഏതെങ്കിലും മനുഷ്യനല്ലേ സംസാരിച്ചു പോയപ്പോഴോ പ്രസംഗിച്ചു പോയപ്പോഴോ എന്തെങ്കിലുമൊക്കെ ഒരു വാക്കുപഴയൊക്കെ സംഭവിച്ചാൽ നമ്മുടെ നേതാക്കന്മാർ സ്നേഹത്തോടെ വിളിച്ച് അവരെ ഉപദേശിക്കും. ചിലപ്പോൾ കുറച്ചു കാലങ്ങൾ പ്രസംഗിക്കാതെ മാറി നിൽക്കണം എന്ന് പറയും. അതൊക്കെ കുറച്ചു കഴിഞ്ഞാൽ തീരും ചെയ്യും. അതല്ലാതെ ഇതുകൊണ്ട് എല്ലാം തകർന്നു, എല്ലാം തരിപ്പണമായി, ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭാവിയില്ല, ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു, ആ മനപ്പായസമൊന്നും ആരും കൊണ്ട് നടക്കേണ്ടതില്ല. ഒന്നും സംഭവിക്കൂല, ഒന്നും സംഭവിക്കുകയില്ല. ഇതിനെ പിളർത്തൊരു കഷ്ണം കൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആട്ടിന്റെ പിന്നാലെ നടക്കുന്ന ശുനകന്റെ മനസ്സോരല്ലാതെ അവന് പിന്തിരിയേണ്ടി വരുമെന്നതല്ലാതെ ഇതിലൊന്നൊരു കഷ്ണം കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. അതൊന്നും നടക്കൂല. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ നാളിതുവരെ നിങ്ങൾ ആലോചിച്ചു നോക്കി. കെ എം മൗലവി പറഞ്ഞ ജിന്ന് വിഷയത്തിലും സിഹർ വിഷയത്തിലും അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിലുള്ളതും അതൊക്കെ തന്നെയല്ലേ ഇന്നും പറയുന്നത്. ബുഖാരി അവരാരും തള്ളിയിട്ടില്ല. കെ എം മൗലവി ബുഖാരി തള്ളിയതാ? എന്നിട്ട് ഈ ചങ്ങാതി ഈ ലേഖനത്തിൽ പറയാണ്, ചെറുപ്പക്കാരിൽ മാത്രമാണ് ഇപ്പൊ ഇതിങ്ങനെ വേരോടി വരുന്നത്, മുതിർന്ന പണ്ഡിതന്മാരൊക്കെ ഇതിനെതിരാണ്. കെ എം മൗലവിനേക്കാണ് മുതിർന്ന ഒരു പണ്ഡിതൻ കഴിഞ്ഞു പോയോ? കെ എം മൗലവി, മുഹമ്മദ് അമാനി മൗലവി, അലവി മൗലവി, അതുപോലെ തന്നെ ഈ MCC സഹോദരന്മാര്, ഇവരൊക്കെ എന്തൊക്കെയാണ് ഈ സമൂഹത്തിലേക്ക് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചത്? അത് തന്നെയാ ഇപ്പോഴുള്ളത്. പിന്നെ ഇസ്ലാമികമായിട്ട് പ്രമാണങ്ങളിൽ വന്നത് മുഴുവൻ മുജാഹിദ് പ്രസ്ഥാന ജനങ്ങളോട് പറയും. അതിനൊരു മടിയൊന്നുമില്ല, അതിനാരെയും കാത്തു നിൽക്കാറില്ല, ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് നോക്കാറില്ല. മുജാഹിദ് പ്രസ്ഥാനം ആദർശത്തിന്റെ രൂപത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുന്നു. പക്ഷേ ഇല്ലാത്തത് കൂട്ടി പറയാറില്ല, ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയാറില്ല, ഉള്ളതിനെ വക്രീകരിക്കാറില്ല, ദുർവ്യാഖ്യാനിക്കാറില്ല. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കിക്കോളിൻ, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു ആശയ വ്യത്യാസവും വന്നിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് ആശയ വ്യത്യാസം വന്നു എന്ന് പ്രചരിപ്പിക്കുന്നവരാണ് വാസ്തവത്തിൽ ആശയ വ്യത്യാസം വന്ന് പരിങ്ങലിലായി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ ഈ പത്രങ്ങളിലൊക്കെ എഴുതാൻ സ്ഥലം കൊടുക്കുന്ന ഈ കക്ഷി സ്വന്തം ആചാര്യരെ തന്നെ തള്ളിപ്പറഞ്ഞ ഗതികേടില ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോ ഒരു സ്ഥാപനത്തിന്റെയും അല്ലാഹു അല്ലാത്തവർ ഭരണം നടത്തുന്ന അനിസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിലുള്ള ജോലിയോ സ്ഥാപനമോ നിയമസഭയിലെ അംഗത്വമോ പാർലമെന്റിലെ അംഗത്വമോ ഒരു സ്ഥാനവും നേടാൻ പാടില്ലെന്ന് പറയുകയും അതൊക്കെ നിങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹും ഈമാനിനും ഘടകവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച സ്വന്തം ആചാര്യന്റെ ആശയങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് പുതിയ പാർട്ടി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ ആളുകളാണ് ഇപ്പൊ പറയുന്നത്, മുജാഹിദുകളെ നിങ്ങളിപ്പോ ഞങ്ങളെ ലൈനിലേക്ക് വരികയാണ്, നമ്മളെ ലൈനിലേക്ക് വരികയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് പിറകോട്ട് പോയിട്ടില്ല, പോകേണ്ട കാര്യമില്ല. കാരണം എന്താ? ഈ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ രൂപീകരിക്കുന്നത് ഏതെങ്കിലും ഒരു മുശാവറ യോഗത്തിൽ വെച്ചല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ജിന്നുകളെ വിളിച്ച് സഹായം തേടാമെന്ന് പറയുന്നു. ജിന്നെ കാക്കണേ, മലക്കെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഏതൊരു മുജാഹിദാ ഉള്ളത്? ഏതെങ്കിലും ഒരു മുജാഹിദ് ഉണ്ടോ അങ്ങനെ? ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് എന്തിനാണ് സമയം കളയുന്നത്? അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു ഭിന്നിപ്പുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ശത്രുക്കളെല്ലാം കൂടി ഇപ്പോ ഒരു ഫൈസിയും ഇരുവേറ്റിയും മറ്റേ KKPയും ഇങ്ങനെ ഏതൊക്കെ പേരിലുള്ള ആൾക്കാരുണ്ടോ എല്ലാവരും കൂടെ ഒരു മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയിട്ട് സകല ചവറും കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ പറ്റിയ ഒരു പത്രമുണ്ട്. ആ പത്രത്തിൽ എല്ലാ ദിവസവും ഇത്തരത്തിൽ ചീഞ്ഞു നാറിയ വിസർജ്യങ്ങൾ ഇങ്ങനെ പുറത്തു കൊണ്ടുവരിക. എന്നിട്ട് അവർ വിചാരിക്കുന്നത് എന്താ? മുജാഹിദ് പ്രസ്ഥാനമൊക്കെ പിരിഞ്ഞു, ഇനി ഞങ്ങളുടെ കാലഘട്ടമാണ്. ആ രൂപത്തിലുള്ള സ്വപ്നവുമായി ഒരാളും നടക്കേണ്ടതില്ല. ആദർശത്തിന്റെ പോരാട്ടവുമായി കൊണ്ട് മുജാഹിദ് യുവാക്കൾ, ചെറുപ്പക്കാർ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ആർക്കും അതിൽ സംശയമൊന്നും വേണ്ട. പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാല് നിരാശ ഒരാൾക്കും തോന്നരുത്. എന്തിനാ നിരാശപ്പെടുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്ന് ഇസ്ലാമിൽ ഇത്ര സുഖമായി ജീവിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ മുൻഗാമികളായ ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലേ? സ്വഹാബിമാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിട്ടില്ലേ? അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വഹാബിമാർക്കിടയിൽ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ സ്വഹാബിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോ അഭിപ്രായ വ്യത്യാസങ്ങളാണ് പരസ്പരം, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒന്നിൽക്കുമില്ല എന്ന് പറഞ്ഞ് അവരുടെ എല്ലാ പ്രവർത്തന രംഗത്തു നിന്നും മാറി നിന്നുകൊണ്ട് മഹാന്മാരായ സ്വഹാബിമാര് ഇട്ടെറിഞ്ഞു പോയിരുന്നെങ്കിൽ നമുക്കൊന്ന് ഇസ്ലാം കിട്ടുമോ?
നമുക്കിന്ന് മുസ്ലിമീങ്ങളായി ജീവിക്കാൻ കഴിയോ? അതുകൊണ്ട് വരും തലമുറക്ക് ഈ സത്യത്തിന്റെ സന്ദേശം പകരണം, ആദർശം പഠിപ്പിക്കണം, തൗഹീദ് ജനങ്ങൾക്കിടയിൽ വ്യക്തമായി പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ആദരവ് 100% ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ബോഡി വേസ്റ്റ് എന്ന് പ്രയോഗിക്കുന്ന രാഷ്ട്രീയക്കാരെ പോലെ തരം താഴ്ന്ന ചില മതസംഘടനകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി ബോഡി വേസ്റ്റ് ആണ്, അള്ളാഹിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങള് ബോഡി വേസ്റ്റ് ആണ് എന്ന് പറയുന്ന കക്ഷികളുണ്ട്. ആ ബോഡി വേസ്റ്റ് പ്രയോഗം നടത്തുകയും അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യുന്ന കൂട്ടത്തിലല്ല മുജാഹിദുകളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതെന്ന് തെളിഞ്ഞ മുടി, അവിടുത്തെ വിയർപ്പ് സ്വഹാബിമാര് ബറക്കത്തിന് തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നത് കിട്ടാക്കനിയാണ്, ഇന്നത് കിട്ടാനില്ല. അതുകൊണ്ട് അവിടുത്തെ മുടിയാണ്, അവിടുത്തെ വിയർപ്പാണ്, അവിടുത്തെ വസ്ത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തൊരാളുടെ കയ്യിലും ഒന്നും ഇന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന സനദോടുകൂടി തെളിയിക്കാൻ ഒരു കാലത്തും കഴിയില്ല. അതുകൊണ്ട് നബി തങ്ങളുടെ ഉള്ളതെന്തിനാ ഇല്ല എന്ന് പറയുന്നത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിക്ക് ഒരു ബറക്കത്തും ഉണ്ടായിരുന്നില്ല എന്ന് പച്ചയായി ലേഖനം എഴുതുന്ന മതസംഘടനയുടെ ആളുകൾ. ഇസ്ലാം അതിന്റെയൊക്കെ മധ്യേയാണ്. ആ വിഷയത്തിൽ അതിര് കവിഞ്ഞവരെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല, ആ വിഷയത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് നിഷേധിക്കുന്നവരെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. രണ്ടിന്റെയും മധ്യേയാണ് സത്യം നിലകൊള്ളുന്നത്. ആ സത്യം ലോകത്തിന്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ ഒരേ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സലഫി പ്രസ്ഥാനം മാത്രമാണ്. ഉള്ളതുപോലെ പറയുന്നു. എല്ലാ രംഗത്തും അങ്ങനെയാണ്, ഏത് രംഗത്തും അങ്ങനെയാണ്. മന്ത്രം, നമുക്ക് മന്ത്രങ്ങളില്ലേ? ഉണ്ട്. മന്ത്രവാദമില്ല, നമുക്ക് മന്ത്രവാദമില്ല. രോഗിയായാൽ ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, രോഗിക്ക് തന്റെ സ്വന്തം ശരീരത്തിൽ കൈവച്ചുകൊണ്ട് മന്ത്രിക്കാനുള്ള മന്ത്രങ്ങളില്ലേ? നമ്മുടെ ശരീരത്തിൽ വേദന വന്നയിടത്ത് കൈവെക്കാൻ നബി തങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് വേദന തോന്നുന്നുവോ? വേദന തോന്നുന്നുവെങ്കിൽ വേദന തോന്നുന്ന ഭാഗത്ത് കൈവെക്കാൻ, എന്നിട്ട് ബിസ്മില്ലാ 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 3 തവണ പറയാ. തുടർന്നുകൊണ്ട് 7 തവണ പറയണം. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എനിക്ക് അനുഭവപ്പെടുന്ന വേദനയുടെ ശർറിൽ നിന്ന്, ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുന്നു. 7 തവണ നീ അത് പറഞ്ഞോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നീ രോഗിയെ കാണാൻ ചെന്നാൽ, നിനക്ക് തൊടൽ അനുവദനീയമായ രോഗിയാണെങ്കിൽ ആ രോഗിയുടെ ശരീരത്തിൽ നിന്റെ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ മന്ത്രമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന മന്ത്രങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉള്ള ദിക്റുണ്ട്. പൈശാചികമായ ശർറിൽ നിന്ന് മോചനം നേടാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതുന്നുണ്ട്. നേരം പുലരുവോളം ശൈത്താനിൽ നിന്നുള്ള കാവലിന് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ചു തന്നിട്ടുള്ള അധ്യായമാണ് സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസി എന്ന് പറയുന്ന വചനം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ശൈത്താന്റെ ബാധയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി പഠിപ്പിച്ച ദിക്റാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലി കയറിക്കോ, ശൈത്താൻ നിന്റെ കൂടെ കയറൂല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലിക്കോ, ശൈത്താൻ നിന്റെ കൂടെ ഭക്ഷണം കഴിക്കൂല. ഇല്ലെങ്കിലോ ശൈത്താൻ നിന്റെ കൂടെ വീട്ടിലേക്ക് കയറും, ശൈത്താൻ നിന്റെ കൂടെ ഭക്ഷണം കഴിക്കും. ഇതൊക്കെയാണ് കേട്ടാ ചിലർക്ക് മനം പരട്ടല്. ശൈത്താൻ പിന്നാലെ കൂടെ, ശൈത്താൻ ഭക്ഷണം ഒപ്പം കഴിക്കേ, ശൈത്താൻ വീട്ടിക്ക് കയറിയേ, ശൈത്താൻ പിന്നാലെ ഉണ്ടാവേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മുഴുവൻ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവനെ മുസ്ലിമാകൂ. അതിനെ ചോദ്യം ചെയ്യുന്നത്, അതിനെ പരിഹസിക്കുന്നത്, അതിനെ നിഷേധിക്കുന്നത് കുഫ്റായി തീരും. പ്രിയമുള്ളവരെ, വിവരക്കേടുകൊണ്ടല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ അവയൊക്കെ നിഷേധിക്കുന്ന എത്രയോ ആളുകൾ. സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളെ നിഷേധിക്കുന്ന ആളുകൾ, മുസ്ലിമിലെ ഹദീസ് നിഷേധിക്കുന്ന ആളുകൾ, ഇസ്ലാമിലെ ആചാരങ്ങളെ പരിഹസിക്കുന്ന ആളുകൾ. എല്ലാവരും പഠിച്ചു വെച്ചോളിൻ. മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താ അറിയോ? എല്ലാവരും മനസ്സിലാക്കിക്കോളിൻ. നിങ്ങൾ അള്ളാന്റെ ദീനനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ചീത്തപ്പേര് കിട്ടും. ആ ചീത്തപ്പേര് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ബോധത്തോടെ, ആവേശത്തോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഈ അവസാന വേളയിൽ നൽകാനുള്ള വസിയത്ത്. നമ്മൾ നമ്മുടെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുക. ആരെന്ത് പറയട്ടെ, എന്ത് തന്നെ കുലുക്കട്ടെ, കുലുങ്ങുകയില്ല. ഈ കൃത്യമായ ആദർശബോധവുമായി
ഈ തൗഹീദിന്റെ വിപ്ലവവുമായി, ഇതിന്റെ ഏറ്റവും വലിയ ആർജവത്തോടുകൂടെയുള്ള ആദർശവുമായി കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതിന്റെ പിന്നെ പാരവെക്കാൻ ഇറങ്ങുന്ന, അതിനെ നശിപ്പിക്കാൻ ഇറങ്ങുന്ന സകല ദുശക്തികളെയും അവഗണിച്ചുകൊണ്ട് തൗഹീദിന്റെ പാതയിലൂടെ അത് മുന്നേറും. ഇന്നീ സ്വപ്നം കാണുന്ന സ്വപ്നജീവികളൊക്കെ മാളത്തിൽ ഒളിക്കേണ്ടി വരും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, പരിശുദ്ധമായ റമദാൻ ഹാജരാകുന്നതിന്റെ മുമ്പേ നമ്മുടെ അഖീദ നന്നാക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാവണം. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നാം പറയുന്നുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് നബി തങ്ങളോടുള്ള മഹബത്ത് വേണം, അവിടുത്തെ വചനങ്ങളോടുള്ള കൂറ് വേണം, അവിടുത്തോടുള്ള നിയമങ്ങൾ പഠിപ്പിച്ചതിൽ നാം എത്രത്തോളം നമ്മൾ കൂറും ഭക്തിയും ഉണ്ടായിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളം പ്രയോഗവൽക്കരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോകരുത്. ശത്രുവിനെപ്പോഴും ആവശ്യം ഊഹങ്ങൾ പ്രചരിക്കലാണ്. എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളതാണ്, ഈ മെയിലുകളിലൂടെ, SMS മെസ്സേജുകളിലൂടെ ഇല്ലാത്ത കളവുകൾ പ്രചരിപ്പിക്കുന്ന കാലഘട്ടമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിയ. കേട്ടത് മുഴുവൻ പറഞ്ഞു നടക്കൽ തന്നെ മതി ഒരാൾക്ക് കളവായിട്ട്. നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യരുത്, ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യരുത്. ശത്രുവാണത് അടിക്കുന്നത്, ശത്രുവാണത് പ്രചരിപ്പിക്കുന്നത്. ഒരേ മനസ്സുള്ള സഹോദരങ്ങളെ തമ്മിൽ തല്ലി അകറ്റിപ്പിക്കാൻ ശത്രു ഉണ്ടാക്കി വിടുന്ന മെസ്സേജുകളെ നമുക്ക് അനുകൂലമുള്ള മെസ്സേജുകളാണെന്ന് തോന്നിപ്പിക്കാനുള്ള ഗൂഢശ്രമങ്ങളിൽ ശത്രുക്കൾ അത്തരം മെസ്സേജുകൾ നിർമ്മിക്കുമ്പോൾ അതിനെ ഫോർവേഡ് ചെയ്യുന്നതിന്റെ മുമ്പ് ചിന്തിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബയിൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾക്കൊരു വാർത്തയുമായി കൊണ്ട് ഒരാൾ വന്നാൽ, ഒരു ദുർവൃത്തൻ ഒരു വാർത്തയുമായി കൊണ്ടുവന്നാൽ അതിന്റെ സത്യാവസ്ഥ, നിജസ്ഥിതി പരിശോധിക്കണേ. അത് പരിശോധിക്കാതെ ഫോർവേഡ് ചെയ്താൽ, പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കാത്ത മേഖലയിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് അവസാനം തോന്നും വേണ്ടിയിരുന്നില്ല, ചെയ്തതിന്റെ പേരിൽ നാദിമീൻ, ഖേദം തോന്നും. പക്ഷേ ആ ഖേദം കൊണ്ട് ഫലം ഉണ്ടാവില്ല. അപ്പോഴേക്ക് സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, പൊട്ടേണ്ടത് പൊട്ടിയിട്ടുണ്ടാവും, തകരേണ്ടത് തകർന്നിട്ടുണ്ടാവും, ബന്ധങ്ങൾ ശിഥിലായിട്ടുണ്ടാവും. പിന്നെ ആ ബന്ധം വിളക്കി ചേർക്കാൻ കഴിയൂല. അതുകൊണ്ട് ആദ്യമേ സത്യമല്ലാതെ പുറത്തു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതാ അവിടുന്നതാ പ്രത്യേകമായി ഒരു ശിക്ഷാരീതി കാണുകയാണ്. എന്താ ശിക്ഷ? ഒരാളുടെ വായയിൽ കൊടിലിട്ടിട്ട് ചെവി വരെ കീറിപ്പിളർക്കുന്നു, മൂക്കിൽ കൊടിലിട്ടിട്ട് ചെവി വരെ കീറിപ്പിളർക്കുന്നു, ഇടതുഭാഗവും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബർസഖിൽ അനുഭവിക്കുന്ന ശിക്ഷയാണ്. നബി തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ ഭാഗം ആളുകൾ? എന്താ ഇവർ ചെയ്ത തെറ്റ്? അവൻ നബി തങ്ങളോട് പറയപ്പെട്ടു, ഇവർക്കുള്ള തെറ്റെന്തെന്നാൽ ഇവരൊരു കളവങ്ങട് ഉണ്ടാക്കും. ആ കളവ് അവരാണ് പ്രചരിപ്പിക്കും. എന്നിട്ട് ലോകം മുഴുവൻ ആ കളവങ്ങ് പ്രചരിക്കും. അങ്ങനെ ഒരു കള്ള വാർത്ത ഇതുപോലെയുള്ള ആശാന്മാര് ചെയ്യുന്നത് പോലെ, ഈ മുക്കൂട്ട് മുന്നണി ചെയ്യുന്നത് പോലെ കള്ളത്തരങ്ങൾ ന്യൂസാക്കിയിട്ട് വേൾഡ് തലത്തിൽ പെട്ടെന്ന് ആ കളവങ്ങ് പ്രചരിപ്പിക്കുവാനുള്ള വഴികൾ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയാണ് അവന്റെ വായയും മൂക്കും കീറിപ്പിളർത്തിക്കൊണ്ടിരിക്കും. അതേ നരക ശിക്ഷയിലേക്ക് എടുത്തെറിയപ്പെടുന്നത് വരേക്കും ബർസഖിൽ അനുഭവിക്കാനിരിക്കുന്ന അത്യന്തം ഭയാനകവും ബീഭത്സവും ഭീകരവുമായ ശിക്ഷയാണതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കും. അതുകൊണ്ട് നമ്മുടെ വാക്കിൽ നിന്ന് വന്നു പോകുന്ന ഓരോ വാക്കുകളും സൂക്ഷിക്കണം. ഞാൻ പറയുന്നത് സത്യമാണോ? ഫോർവേഡ് ചെയ്യുമ്പോൾ, ഒരു ബട്ടൺ അമർത്തിയിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ, ഫോർവേഡ് ചെയ്യുമ്പോൾ ആലോചിക്കണം, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? അല്ലാഹ് കാണുന്നില്ലേ? അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായതാണോ? ഇത് അനുവദിക്കപ്പെട്ടതാണോ? മുസ്ലിമീങ്ങൾ സഹോദരങ്ങളാണ്, പരസ്പരം ആദരിക്കേണ്ടവരാണ്, പരസ്പരം ഗീബത്ത് പറയേണ്ടവരല്ല, നമീമത്ത് പറയേണ്ടവരല്ല, അടച്ചാക്ഷേപിക്കേണ്ടവരല്ല, സമയം കിട്ടിയാൽ മറ്റവന്റെ കുറ്റം പറയേണ്ടവരല്ല. പരസ്പരം ആദരിക്കണം. തെറ്റിദ്ധാരണകളും ഇല്ലാത്തതും ഒരാളെ കുറിച്ച് നമ്മോട് വന്ന് പറയും. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു സഹാബിമാരോട്, എന്റെ അനുയായികളെ കുറിച്ച് നിങ്ങൾ എന്നോട് കുറ്റങ്ങൾ വന്ന് പറയരുത്. ഇന്നലെ കണ്ട മുഖത്തോടെ തന്നെ ഇന്നും എന്റെ അനുചരണ കാണണമെന്നാണ് ഞാൻ ആശിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എത്ര കറക്റ്റായ വചനമാണത്! ഇന്നലെ കണ്ട അതേ മുഖത്തോടെ എനിക്ക് എന്റെ അനുചരണ ഇന്നും കാണാൻ കഴിയണം എന്ന് പറഞ്ഞാൽ, ഇന്നലെ സ്നേഹത്തോടെ പിരിഞ്ഞ ആളെ ഇന്ന് കാണുമ്പോ എനിക്ക് വെറുപ്പാ. എന്താ കാരണം? ഇടയിൽ ഒരുത്തൻ പണിയെടുത്തു, അവനെക്കുറിച്ച് എന്നോട് ഇല്ലാത്തത് പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു.
പാടില്ല. വളരെ ശ്രദ്ധിക്കണം. പരസ്പര ബന്ധങ്ങൾ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. നമ്മുടെ ആദർശത്തിന്റെ തനിമ അതിലൂടെ ചോർന്നു പോകും. അതുകൊണ്ട് കൃത്യമായി ഇസ്ലാമികമായ ആദർശത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ വരുന്ന റമദാനിനെ സ്വീകരിക്കുക. ഫിത്നയുടെയും ഫസാദിന്റെയും പ്രചാരകന്മാരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നേരിടണം. പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നേരിടണം. പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നേരിടണം. അവരുടെ എല്ലാ ചതികളും വഞ്ചനകളും തകർന്ന് തരിപ്പണമാകും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഒരാളെ മനസ്സിലൊരു വിഷമവും തോന്നണ്ട. ചിലപ്പോൾ ചില ആൾക്കാർ പറയും, എന്തല്ലേ, എന്താ ഇപ്പോഴത്തേക്ക് അവസ്ഥ, ഒന്നും പറയല്ല. തോന്നരുത്, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ മുഴുവൻ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ആദർശത്തെ തകർത്ത് തരിപ്പണമാക്കുവാനുള്ള ഗൂഢപദ്ധതികൾക്ക് ആരിൽ നിന്നൊക്കെയോ അച്ചാരം വാങ്ങിയിട്ട് മുക്കൂട്ട് മുന്നണിയും നാൽക്കൂട്ട് മുന്നണിയും നാൽവർ സംഘവുമൊക്കെയായി രംഗത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ ഒന്നും ചെയ്യാൻ ആരെ കൊണ്ടുമാവില്ല. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീന വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. പലപ്പോഴും ആളുകൾക്കൊരു ധാരണ, നമുക്കൊരു അപമാനം, നമുക്കൊരു ചാനലില്ല, നമുക്കൊരു പത്രമില്ല, മറ്റവർക്ക് ചാനലുണ്ട്, മറ്റവർക്ക് പത്രമുണ്ട്. പത്രമില്ല, ചാനലില്ല എന്നുള്ളതൊന്നും അപമാനമായിട്ട് തോന്നരുത്, അഭിമാനമായിട്ട് തോന്നണം. അള്ളാഹുവിനാണ് അന്തസ്സ്, അവന്റെ റസൂലിനാണ് അന്തസ്സ്, സത്യവിശ്വാസികൾക്കാണ് അന്തസ്സ്. പക്ഷേ മുനാഫിക്കിന് അത് അറിയാൻ കുറച്ച് നേരം പിടിക്കും. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. മുനാഫിഖീങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ കുറച്ച് നേരം പിടിക്കും. ചാനൽ തുടങ്ങിയവരൊക്കെ ഇന്നെവിടെ? ചാനൽ തുടങ്ങിയ ഒരു കൂട്ടര് എന്നിട്ട് പരസ്പരം പോരാണ്, കാണിക്കാൻ പറ്റാത്തതാണ് കാണിക്കുന്നത്, തങ്ങന്മാരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. പക്ഷേ നടക്കുന്നില്ല. ഒരു മുസ്ലിമായിക്കൊണ്ട് അന്തസ്സോടുകൂടി നമുക്കതൊന്നുമില്ല എന്നതിൽ നമുക്ക് അപമാനമല്ല തോന്നേണ്ടത്. ഞാൻ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെയുള്ള ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നു എന്ന ഏറ്റവും വലിയ അന്തസ്സാണ് നമുക്ക് തോന്നേണ്ടത്. അനുഷ്ഠാന തീവ്രത വേണം. അതെ, അക്ഷരങ്ങളിൽ ഉള്ളതുപോലെ ജീവിക്കണം. അതെ, ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം. അതിലൊന്നും നമുക്ക് ഒരു അപമാനം തോന്നരുത്. അന്തസ്സും അഭിമാനവും ഒക്കെ വിശ്വാസികൾക്കാണ്. അള്ളാഹുവിനാണ്, അവന്റെ ആദർശത്തിനാണ്, റസൂലുള്ളാഹിക്കാണ്, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾക്കാണ്, മുഅ്മിനീങ്ങൾക്കാണ്. അത് മനസ്സിലാക്കാൻ പലർക്കും നേരം പിടിക്കുമെന്നേയുള്ളൂ. അതുകൊണ്ട് ഇസ്ലാമികമായ സുന്ദരമായ ഈ ആദർശങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ വരും റമദാനിനെ നമ്മൾ സ്വീകരിക്കുക. തെറ്റായ എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും പ്രചരണങ്ങളിൽ നിന്നും സമൂഹത്തിന്റെ മുമ്പിൽ ആരൊക്കെ എന്തൊക്കെ കുപ്രചരണങ്ങൾ ഏത് കാര്യത്തിന്റെ പേരിൽ അഴിച്ചുവിട്ടാലും നിജസ്ഥിതികൾ ബോധ്യമായിക്കൊണ്ട് പ്രമാണങ്ങൾ കൊണ്ട് മാത്രം പ്രതികരിപ്പിക്കുക. കുപ്രചരണങ്ങളെ, ഊഹാപോഹങ്ങളെ, കള്ളവാക്കുകളെ, കള്ളത്തരങ്ങളെ, കള്ളപ്രസ്താവനകളെ, വ്യാജലേഖനങ്ങളെ കരുതിയിരിക്കുക. അത്തരത്തിലുള്ള മുഴുവൻ ചാരന്മാരെയും നടുവടിയുന്ന രൂപത്തിൽ പ്രമാണബദ്ധമായി കൊണ്ട് മുജാഹിദുകൾ മുന്നോട്ട് പോവുക. സർവശക്തന്റെ തുണയുണ്ടാകും, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകും. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം കരുത്തു പകർന്നുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ശരിയായ ദിശയിലൂടെ തന്നെ മുന്നോട്ട് പോയി ഈ വരുന്ന റമദാനിൽ ആരോഗ്യത്തോടെ ആഫിയത്തോടുകൂടി പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുവാനും പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആശയാദർശങ്ങളുടെ മേന്മ ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുവാനുമുള്ള സർവ്വ തൗഫീഖും അനുഗ്രഹങ്ങളും നൽകി നമ്മെ അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകും ാകട്ടെ. മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ആസ്പത്രികളിലും വീടുകളിലും ഒക്കെ കിടക്കുന്ന എത്രയോ രോഗികളുണ്ട്. അല്ലാഹുവേ, നീ എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും അവരെയും നീ കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ സന്തോഷത്തിലാക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് നീ ഒരുമിച്ച് ചേർക്കണമേ നാഥ. ആരോഗ്യത്തോടുകൂടി വരുന്ന റമദാനിനെ സ്വീകരിക്കുവാനും വരവേൽക്കുവാനും ഇബാദത്തുകൾ കൊണ്ട് ആ മാസത്തെ ധന്യമാക്കുവാനും എല്ലാവിധ അനുഗ്രഹങ്ങളും നീ ഞങ്ങളിൽ ചൊരിയണമേ നാഥ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അല്ലാഹുവേ, നീ ഞങ്ങളെയും ഞങ്ങളുടെ പണ്ഡിതന്മാരെയും നേതാക്കളെയും എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ. മരണം വരെ ഈ ആദർശത്തിന്റെ പ്രബോധന പാതയിൽ അടിയുറച്ചു മുന്നേറുവാനുള്ള തൗഫീഖ് നൽകിക്കൊണ്ട് നീ ഞങ്ങളെ യഥാർത്ഥമായ വിശ്വാസികളുടെ കൂട്ടത്തിൽ ചേർത്തുകൊണ്ട് അതേ രീതിയിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുവാനുള്ള തൗഫീഖ് നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വഖാദിൽ ഹജാത്ത്
اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.